വീഡിയോ കാണുന്ന നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ചൂണ്ടുവിരലെടുക്കുക. എന്നിട്ട് നമ്മളെ താടിയിലൊന്ന് തൊടുക. തൊട്ടാ ചെയ്തോ? അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം താടിയിൽ തൊടുക എന്നാണ്. പക്ഷേ നിങ്ങൾ ഞാൻ ചെയ്തതാണ് ചെയ്യുക. ചെയ്ത കാര്യങ്ങൾ ചെയ്ത് പഠിച്ചെങ്കിൽ അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി റെസ്റ്റോറൻറ്റോ ഹോട്ടലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോ പ്രാവർത്തികമാക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ അത് ചെയ്ത ആള് മുന്നേ നടന്നിട്ടുണ്ടെങ്കിൽ ആ വഴി ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പരിപൂർണമായ സക്സസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഒപ്പം ശ്രദ്ധയോടുകൂടി എഴുതി. നമ്മൾ പറയുന്ന പ്രധാന കാര്യമാണ് കറക്റ്റായിട്ട് നമ്മൾ സ്ട്രാറ്റജിക്കലായിട്ട് ഇത് ഉപയോഗിക്കും, പഠിക്കും, ബിസിനസ്സും ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ സമ്പാദിക്കാൻ പറ്റും. ഇതൊരു മണി മാർക്കറ്റിങ്ങോ മണി ലോണ്ടറിങ്ങോ അല്ല കേട്ടോ. ഓർഗാനിക് ആയിട്ട് പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. കൂടാതെ ഇനി റിസ്ക് എടുക്കാൻ വളരെ താല്പര്യം കുറവുള്ള ആളാണെങ്കിൽ അയാൾക്ക് മന്ത്ലി ഇത് പഠിച്ചാൽ 24,000 മുതൽ 45,000 രൂപ ബേസിക്കിലും, അത് പഠിച്ച് ഒന്നും കൂടെ പ്രാക്ടീസ് ആയാൽ 45,000 മുതൽ 60,000 രൂപ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ശമ്പളം കിട്ടുന്ന അവസ്ഥ ഇന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഒറ്റയടിക്ക് നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും, ഇതെങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും അപൂർണമാണ്. അപ്പൊ ആ അപൂർണമായ കാര്യങ്ങൾ വളരെ വ്യക്തമായ ക്ലാസ് ആണ് ഞാനിപ്പോ നിങ്ങൾക്ക് ഇട്ടുതരാൻ പോകുന്നത്. ആ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ഞാൻ ഡയറക്റ്റ് നിങ്ങളെ എങ്ങനെയാണ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഒരു ഡയറക്റ്റ് എന്നോട് സംസാരിക്കേണ്ടത് ആ രീതിയിലാണ്. പക്ഷെ ഈ ക്ലാസ്സിനുള്ള പ്രത്യേകത, ഈ ക്ലാസ്സുകളിൽ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിനുള്ള നിങ്ങളുടെ അറിവ് എന്താണോ അതൊക്കെ കമന്റ് ചെയ്യണം. ഈ എപ്പിസോഡ് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ അതിന്റെ സമയത്തിന്, അഥവാ 2 മണിക്കൂറാണെങ്കിൽ ആ 2 മണിക്കൂറിൽ അത് പൂർത്തിയാക്കണം. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന 10ഓളം ചോദ്യങ്ങൾ അതിനകത്ത് ചോദിക്കും. അതിന് നിങ്ങൾ കമന്റ് ചെയ്യും വേണം. ആ കമന്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് അയക്കുക. ക്ലാസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ക്ലാസ്സിലേക്ക് 30 പേരെയാണ് നമുക്കൊരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. ആ ഷെഡ്യൂൾ ചെയ്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എൻട്രി കിട്ടും. അതിനകത്ത് നിങ്ങളിപ്പോൾ ഈ കണ്ട ഈ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ഇനി നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതുമായിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാനാണ് അവസരം. അത് ഒരു റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ ചോദ്യം ചോദിക്കാൻ വീണ്ടും നിങ്ങൾക്ക് അവസരം തരും. ഇങ്ങനെയാണ് ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ സീരിയസ് ആയിട്ട് കാണുന്നവർക്കുള്ള വിഷയങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരുപാട് കൊല്ലം, ഒരുപാട് കോഴ്സ്, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ സമയം ഇതൊന്നും കളയാനില്ലാത്തവർക്കും ഇനി ലൈഫിൽ രക്ഷയില്ല ആ ഒരു രൂപത്തിൽ എത്തി നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഗൗരവത്തിൽ ഇതിനെ കാണാം. നമ്മൾ എന്തായാലും നേരിട്ട് കാണും. വലിയൊരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും എന്നെ കൊണ്ട് സാധിക്കും. ഈ കണ്ടുപിടിച്ച കാര്യങ്ങൾ അടുത്ത 3 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് രക്ഷപ്പെടാം. അപ്പൊ നമ്മൾ എപ്പിസോഡ് തുടങ്ങാണ്. അതിനകത്ത് മീൻസ് ഈ ഒരു ഫുൾ ലെങ്ത് എപ്പിസോഡ് നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ ബുക്കും പേനയും വെക്കണം. എന്നിട്ട് വേണം നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക. വല്ല ഡിസ്ട്രാക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറ്റി വെച്ച് സൈലന്റ് ആയിട്ട് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ ശ്രമിക്കുക. ആ ക്ലാസ് ആയിട്ട് എന്നെ അതിൽ ലൈവായിട്ട് കാണുന്ന ഫീലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫുൾ ഫ്ലെഡ്ജ് ചെയ്ത് ഫിനിഷ് ചെയ്ത് നിങ്ങൾ എഴുതിയെടുത്ത കാര്യം ഫോട്ടോ എടുത്ത് അയക്കുക. പ്ലസ് നിങ്ങൾ ഈ ക്ലാസ്സിനെ ഇത് മീൻസ് വീഡിയോ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും വാട്സപ്പിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനും ഡയറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഫൈനലൈസ് ചെയ്യാനും പറ്റുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റ്സ്. നിങ്ങൾ എവിടുന്നാന്നുള്ള ഒന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ എങ്ങനെയാണോ എന്നോട് പ്രതികരിക്കുന്നത് അതിനനുസരിച്ചിട്ട് എനിക്ക് നല്ല ഔട്ട്പുട്ട് തരാൻ സാധിക്കും. അപ്പോൾ നമ്മളെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ 2 ഫേസുള്ള സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് എഴുതി കാണിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എണീറ്റ് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ക്യാമറയിലേക്ക് മാറും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ എഡിറ്റേഴ്സ് ആവശ്യമുള്ള വീഡിയോസ് ഒപ്പം ചില കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസും അവർ നമുക്കിതിലേക്ക് പുഷ് ചെയ്ത് തരും. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു 2 GB നെറ്റ് എങ്കിലും നമുക്ക് ഇതിന് ആവശ്യം വരും. 2 GB. അതുപോലെ തന്നെ ചാർജിങ് ഇല്ലാത്തവരൊക്കെ ഒന്ന് ചാർജിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇരുന്ന് കേൾക്കുക. കാരണം കിടന്ന് വളഞ്ഞ് അങ്ങനെ നിങ്ങൾ കേൾക്കാതിരിക്കരുത്. കാരണം നല്ല വിഷയങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ക്ലാസ്സോട് കൂടിയിട്ട് ഈ ബിരിയാണി ബിസിനസ്സിലൂടെ നിങ്ങൾ സക്സസ് എന്ന് മാത്രമല്ല കേട്ടോ, നിങ്ങളെ ലൈഫ് തന്നെ മാറ്റാൻ പറ്റുന്ന
കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പക്ഷേ എന്നിൽ നിന്ന് ലഭിക്കും, അത് ഷുവറാണ്. കൂടാതെ നിങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ഉയരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ഒരുപാട് ആൾക്കാർക്ക്. പക്ഷെ നമുക്കൊന്നും അതിന് സാധിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടായിരിക്കും അത് സാധിക്കാത്തത്? കാരണം നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഒരു ബേസിക് പറഞ്ഞെങ്കിലാണ് നമ്മളിത് കണക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്, എന്താണ് ഇത് പഠിച്ചാലുള്ള ഗുണം, എന്താണ് ഇനി നമ്മളെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്, ഇതൊരു അവെയർ ഉണ്ടാവണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നമ്മളൊക്കെ അത്യാവശ്യം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നാണ് വർഷങ്ങൾക്ക് മുന്നേ പറയപ്പെടുന്നത്. പക്ഷെ നമ്മളെ ആ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർക്ക് കുറെ ക്ലർക്കുമാരെയും അവർക്ക് സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആളുകളൊക്കെ ഇവിടെ വേണമായിരുന്നു. അപ്പോൾ ആ ബ്രിട്ടീഷുകാർക്ക് ക്ലർക്കുമാരെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള കുറെ പണിക്കാർ ആവശ്യമുണ്ട് അവർക്ക്. അങ്ങനെയാണ് ഇവർ ഈ സംഭവം, ഈ വിദ്യാഭ്യാസം ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കി വെച്ചത്. തൊഴിലധിഷ്ഠിതം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആയിരിക്കണം, എങ്കിൽ മാത്രമാണ്. പക്ഷെ അതൊന്നും ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് വരണമെങ്കിലേ ഈ സാമ്പത്തികം അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അത് ഉള്ള ഒരാൾക്ക് ഇത് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നില്ലേ? അവിടെ നമ്മൾ പോയി നോക്കിയാൽ കുറെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ചവർ ഇവിടെ വരാറുണ്ട് കേട്ടോ. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ, ഇതുവരെ ഒരു ഹോട്ടൽ പോലും നടത്തി പരിചയമില്ലാത്ത ആളുകളാണ് ഹോട്ടൽ മാനേജ്മെന്റ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇവര് തിയറിക്കലായിട്ട് കുറെ വായിച്ച് തിയറിക്കലായിട്ട് പഠിപ്പിക്കുകയാണ്. അതുപോലെ കിച്ചണിൽ പോലും പല ഷെഫുമാർ, അവിടെ ചെയ്യുന്ന പല ഷെഫുമാർ പോലും നല്ലപോലെ ഹോട്ടലുകളിൽ ജോലി ചെയ്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളല്ല അവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യം ഇവർക്ക് എങ്ങനെ പഠിപ്പിക്കാൻ കഴിയുക? അപ്പൊ അവിടെയാണ് ഞാൻ ഒരു എൻ്റെ കഥ പറയാലോ. ഞാനൊരു ബിഗിനിങ്ങിൽ ഒരു 8 കൊല്ലം മുന്നേ 2 ഹോട്ടൽ നടത്തി, അടിപൊളിയായിട്ട് പൊട്ടി പാളീസായി. കാരണം ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്ക് ഫ്രൈഡ് റൈസ് അടിക്കാൻ അറിയില്ല, ഫ്രൈഡ് റൈസ് അടിക്കുന്ന ആൾക്ക് മന്തി ഉണ്ടാക്കാൻ അറിയില്ല, ഇത് അറിയുന്ന ആൾക്ക് കറികൾ ഉണ്ടാക്കാൻ അറിയില്ല. ഇത് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ കുറച്ച് പൈസയൊക്കെ മുടക്കി നമുക്കൊരു ഹോട്ടൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളങ്ങ് സക്സസ് ആയി, വിജയിച്ചു, ലൈഫ് വിജയിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലൈഫ് എന്തല്ല, ലൈഫ് അതുകൊണ്ടൊന്നും വിജയിക്കില്ല. ബിസിനസ്സുകാരനായി കഴിഞ്ഞാൽ സുഖമാണല്ലോ എന്ന് വിചാരിച്ച് കാലം കയറ്റിയിരുന്നിട്ട്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പഠിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധ്വാനത്തിന്റെ ഒരു കുറവ്, അത് സ്കൂളാണെങ്കിലും എവിടെയാണെങ്കിലും, അത് പിന്നീടുള്ള ജീവിതത്തിന് മുഴുവൻ എഫക്ട് ചെയ്യുന്നുള്ളത് എൻ്റെ അനുഭവജ്ഞാനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ നടത്തി ഹോട്ടല് പൊട്ടിപ്പാളീസായി. 8 കൊല്ലം മുന്നേ തന്നെ 1200, അന്നൊക്കെ അത്രയും വാല്യൂ ഉണ്ട്, 1200 കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് ഒരാളെ കിട്ടുന്നില്ല മൾട്ടി ടാലന്റ്. ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പോ ഇതില് എത്ര പേരുണ്ട് ഹോട്ടൽ നടത്തുന്നവര്? ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഹോട്ടൽ നടത്തുന്നവര് H എന്ന് ടൈപ്പ് ചെയ്യുക, കാറ്ററിംഗ് നടത്തുന്നവര് C എന്ന് ടൈപ്പ് ചെയ്യുക. അതുപോലെ ഒന്നുമില്ലാത്തവര് 0 അടിച്ചാൽ മതി. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ബുക്ക്, പേന, അതുപോലെ ഈ പറയുന്ന പല പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വേണം പോവാന്. ഇതൊന്നും നിസ്സാരല്ല, ഒരു അറിവും നിസ്സാരല്ല. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും നിങ്ങളെ ലൈഫ് ചേഞ്ചിങ്ങിന് ഉപയോഗിക്കാം. നിങ്ങൾക്ക് സപ്പോസ് ബിരിയാണി ബിസിനസ്സിലേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ പോലും, സാധാരണ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവര് ഈ മോട്ടിവേഷന് അവര് നിങ്ങളെ എന്ത് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് പഠിപ്പിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം. ഞാൻ പഠിപ്പിക്കാറ്, ഞാൻ ചെയ്തത് എന്താണോ, എനിക്ക് സാമ്പത്തികമായിട്ട് ഉയരാനും എനിക്ക് ബിരിയാണിയിലൂടെ കിട്ടിയ റിയൽ എക്സ്പീരിയൻസ് എന്താണോ അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എഴുതി വെച്ചോളൂ, നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് മോട്ടിവേഷൻ ആളുകളൊക്കെ പഠിപ്പിക്കുക. പക്ഷെ ഞാൻ പഠിപ്പിക്കുക, ഞാൻ എന്താണ് പഠിച്ചത്, എനിക്ക് എങ്ങനെയാണ് സക്സസ് ഉണ്ടായത്, എനിക്ക് എങ്ങനെയാണ് ഇതിലൂടെ പണം ഉണ്ടാക്കാൻ സാധിച്ചത്, അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഹോട്ടൽ മാനേജ്മെന്റും അതുപോലെ പല പല കോഴ്സുകൾ പഠിപ്പിക്കുന്ന ആളുകളും അവർക്ക് അതിനെ കുറിച്ചിട്ട് എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെ അവർ പഠിപ്പിക്കുക?
കഴിയും അത്? അവർക്ക് അറിവില്ലാത്ത കാര്യമാണ്, അവര് റിയൽ ആയിട്ട് അനുഭവിച്ചിട്ടില്ല. അപ്പൊ സത്യത്തിൽ ഒരു ബിസിനസ് ചെയ്തിട്ട് ജയിച്ചാലും തോറ്റാലും അയാൾ ഒരു MBA കാരനേക്കാൾ ബുദ്ധി സാമർഥ്യവും അതുപോലെ നല്ല വിവരം ഉണ്ടായിരിക്കും. കാരണം എന്താ? അതാണ് റിയലിസ്റ്റിക് ട്രെയിനിങ്ങിന്റെ ഒരു 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 ഗുണം എന്ന് പറയുന്നത്. ഇതില് ഹോട്ടൽ നടത്തുന്ന ആളുകളും കാറ്ററിങ്ങും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നും അതുപോലെ ഗൾഫിൽ ഇരുന്നിട്ട് കാണുന്നവരൊക്കെ ഈ ഗ്രൂപ്പിനകത്തേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ ഒരുപാട് ഇതിനകത്തേക്ക് ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. അത് നല്ല തന്നെയാണ്. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനല് റെഗുലറായിട്ട് കാണുന്നവര് ഒന്ന് ടൈപ്പ് ചെയ്യുക. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഓൺലൈനിൽ കാണുന്നവര് മൊത്തത്തിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് എത്ര മാസമായി അല്ലെങ്കിൽ എത്ര വർഷമായി, ഒരു 2 മാസമാണെങ്കിൽ 2 months എന്ന് എഴുതുക. ഓക്കെ, അങ്ങനെ 1 year ആണെങ്കിൽ 1 year ആയി, 2 year ആയി. ഓക്കെ, കമോൺ. നമ്മൾ തമ്മിൽ എങ്ങനെയാ കണ്ടത്? നമ്മൾ തമ്മിൽ ഈ ഓൺലൈൻ വീഡിയോ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടറുകളിലൊക്കെ അപ്ഡേഷൻസ്, പഴയ കാലത്ത് ഒരു പെട്ടി ഓട്ടോറിക്ഷയുടെ വലുപ്പം ഉണ്ടായിരുന്നു, ഒരു 4 MB ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് 100 TB 1000 GB പോലും നമ്മളെ മൊബൈലിനകത്ത് അത്ര ഉള്ളോ? കാരണം പഴയ ക്യാമറ അതൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ കൂടിയിട്ട് ഇപ്പൊ ഒരു മൊബൈലിനകത്ത് എന്താണ് ഇൻബിൽട്ട് ആണ്. അത്ര അപ്ഡേറ്റഡ് ആയി. നമ്മൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. കാരണം ഇന്ന് നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല, ഈ സോഫ്റ്റ്വെയർ, AI അതുപോലെയുള്ള അപ്ഡേഷൻസ് ഒരു ദിവസം 3 ഇരട്ടിയാണ് അതിന്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ഇരട്ടി. നിങ്ങളുടെ ലൈഫിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം എത്ര ഇരട്ടി അപ്ഡേറ്റ് ആവുന്നുണ്ട് എന്നാലോചിച്ച് നോക്കി. നമ്മൾ പറകില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്ന ചില കാര്യങ്ങളൊക്കെ ക്ലൈമാക്സ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് കണക്ട് ആവുള്ളൂ. കാരണം അതുവരെ നിങ്ങൾ എന്താ അദ്ദേഹം പറയണമെന്നുള്ളത്. കാരണം ഇതിന്ന് നിങ്ങളൊരു തെരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാ, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരും നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കണം. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു വിദ്യാർത്ഥി ആവാത്ത ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നിങ്ങളുടെ ലൈഫിന്റെ സക്സസ്. ചിലര് പല ക്ലാസ്സുകളും നിങ്ങൾ സാധാരണ ഇതൊരു മോട്ടിവേഷൻ ക്ലാസ്സേ അല്ല. ഇത് നിങ്ങൾക്ക് ലൈഫ് സക്സസ് ആക്കാൻ ഞാൻ കണ്ടുപിടിച്ച സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഞങ്ങൾ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് പഠിപ്പിക്കുകയാണ്. ഇത് ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ജോലിയോ ബിസിനസ്സോ ഉറപ്പായിട്ടും സക്സസ് ആവും. രണ്ടാമത് അവര് ഒരു 3 വർഷം കൊണ്ടെങ്കിലും 50 ലക്ഷം മുതൽ 1 കോടി രൂപയെങ്കിലും അവര് ക്ലിയർ ആയിട്ട് സമ്പാദിച്ചിരിക്കും. സമ്പാദിച്ച അവരുടെ അക്കൗണ്ടിൽ അവരുടെ കൺമുമ്പിൽ കാണാൻ പറ്റും. ഇത് ഇന്ന് ലാസ്റ്റ് വരെ ഇരിക്കുന്നവർക്ക് അത് പ്രൂവ് ചെയ്ത് മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാൻ ബോർഡിൽ എഴുതി കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ, പോരെ. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് കാര്യങ്ങൾ പറയുക. അപ്പോൾ അതിലൊരു സംശയം വേണ്ട, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഇതെന്താണ് സാറേ, ഞങ്ങൾക്ക് 1 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അത് എന്താ പറയാ, നിങ്ങളെ കൺവിൻസ് ചെയ്തിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുള്ളൂ. ഓക്കെ? അപ്പോൾ നിങ്ങൾ വെറുതെ ഏതെങ്കിലും ക്ലാസ് കയറി കണ്ട് അവരൊന്നും ഒരു ഉറപ്പ് നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. ഇത് കേരളത്തില് ഒരു 10,000 മെമ്പേഴ്സിനെ ഈ ഒരു 1 crore rupees സമ്പാദിക്കാൻ സത്യത്തില്. പക്ഷെ അത് സമ്പാദിക്കണേ എന്ത് വേണം? ചില കാര്യങ്ങൾ അവര് പഠിക്കാനും മനസ്സിലാവാനും കേൾക്കാനും ഒക്കെ തയ്യാറാണ്. അല്ലാത്തവരെ എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം ഞാൻ പലപ്പോഴും ഇവിടെ വരുന്ന വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, മണ്ടനെ ഞാൻ പഠിപ്പിച്ച് ഒരു പണക്കാരനാക്കി മാറ്റും, പക്ഷെ മടിയനെ, അഹങ്കാരികളെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവർ ഓൾറെഡി എന്താണ്, നിറഞ്ഞ ക്ലാസ്സാണ്. അതിലേക്ക് പിന്നെയും കൊണ്ടുപോയിച്ച് എന്താണ്ടാവുക, അത് തുളുമ്പി പോവും. അത് നമുക്ക് അതിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ആരുമാകട്ടെ എന്തുമാകട്ടെ ആ ഗ്ലാസ് കമഴ്ത്തി വെച്ച് പുതിയ ഓപ്പൺ ഗ്ലാസ് ആക്കി വെച്ച് ഞാൻ തരുന്നത് ഒഴിക്കാൻ വേണ്ടി പാകത്തിൽ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലൈഫ് ചേഞ്ചിങ്ങിനുള്ള പല കാര്യങ്ങളും അറിയാൻ പറ്റും. പക്ഷെ നിങ്ങളൊരു തീരുമാനം എടുക്കാനുള്ള കഴിവ് കൂടെ നിങ്ങൾ ഉണ്ടാക്കിയ അതിൻ്റെ ആ ഒരു നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി മനസ്സിലാക്കിയിട്ട് ഒരു സ്റ്റെപ്പ് വെച്ചാൽ
അത് നിങ്ങൾ ഉറപ്പായിട്ടും ജീവിതം മാറ്റും. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സാധനം എന്താ? ഭക്ഷണത്തില് ഓരോ നാടുകൾക്ക് ഓരോ ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഭക്ഷണങ്ങൾ ഏതാ? ഇന്ത്യയിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു സെലിബ്രേറ്റിംഗ് മൂഡ്, ഒരു കല്യാണോ ഫംഗ്ഷനോ വന്നാൽ ആദ്യമേ ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യം ആളുകളുടെ വയസ്സായവരും ഒക്കെ എന്ത് ഫുഡാണ്? ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യും. ഈ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്ക്ഡൗൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഓൾ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് മീൻസ് ആളുകൾ ഓർഡർ ചെയ്തു. കോടി രൂപയുടെ ബിസിനസ്സും. ബിരിയാണി തന്നെ 10-50 തരം ഇന്ത്യയിൽ പല സ്ഥലത്ത് ഓടുന്നുണ്ടെങ്കിലും ജനറലി ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ബിരിയാണി ഭ്രാന്തരാണ് പറയാലോ. എൻ്റെ നാട്ടില് ഞങ്ങളെ വാപ്പ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ്. എല്ലാ കല്യാണങ്ങളുടെ ഇതും ഞങ്ങളെ വീട്ടിലേക്ക് വരും, ഞങ്ങളെ ക്ഷണിക്കും. അപ്പോ അവിടെ കല്യാണങ്ങൾക്കൊക്കെ പോകാൻ പറ്റിയ ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഞാൻ അങ്ങനെ ബിരിയാണി കഴിച്ച് അഡിക്റ്റ് ആയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെറുപ്പം മുതലേ ബിരിയാണി കഴിച്ച് ബിരിയാണിയുടെ ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ സുഖം പിടിപെട്ട ആളാണ് ഞാൻ. പിന്നെ ഞാനിങ്ങനെ പണ്ട് പ്രാർത്ഥിക്കായിരുന്നു, പഠിച്ചോനെ എനിക്ക് എല്ലാ ദിവസവും നല്ല ബിരിയാണി കിട്ടണേ എന്ന്. അതുകൊണ്ടായിരിക്കും പിന്നീട് ആ പ്രാർത്ഥന സ്വീകരിച്ചു. നമ്മളെ പ്രാർത്ഥന പഠിച്ചോ സ്വീകരിക്കുന്ന പറയാം. നമ്മൾ എന്താ ചിന്തിക്കുക നമ്മൾ അതിലേക്ക് എത്തിപ്പെടും. അങ്ങനെ എനിക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഡെയിലി ബിരിയാണി കഴിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബിരിയാണി ഗവേഷണം തുടങ്ങിയപ്പോൾ എല്ലാ ദിവസവും ബിരിയാണി 2 നേരം ഉണ്ടാക്കിയിട്ട് ഞാൻ പല സ്ഥലത്തും ബിരിയാണികൾ പഠിച്ചപ്പോൾ അതിന്റെ വേരിയേഷൻസ് ഒക്കെ പലതും മനസ്സിലായി. കാരണം എക്സ്പെഷ്യലി ദ കിങ് ഓഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒറിജിനൽ ഹൈദരാബാദി ബിരിയാണിയാണ്. അത് നൈസാം ചക്രവർത്തിക്കൊക്കെ അവരുണ്ടാക്കി കൊടുത്ത മോഡലാണ്. പക്ഷെ ഇതെന്തല്ല, ഇത് അറിയില്ല ആളുകൾക്ക് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഈ നൈസാമിന്റെ ഭണ്ഡാരിമാരൊക്കെ ഉള്ളത് ഹൈദരാബാദിലൊക്കെ തന്നെയാണ്, അവരെ പാരമ്പര്യ ആളുകൾ. അപ്പൊ ആ ഭണ്ഡാരിമാര് ശരിക്കും അവരുടെ കയ്യിലാണ് ഒറിജിനൽ പച്ചക്കൊക്കെ അങ്ങനെ കുഴച്ചു വെച്ച് അത് ദമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൊട്ടിക്കുമ്പോൾ ഒരു മണം. അതുപോലെ പച്ചിറച്ചി അത് വെച്ചിട്ട് അവരത് വേവിച്ച് മുരിഞ്ഞ പോലെ ഉണ്ടാവും. ദം പീസ് ശരിക്ക് നമ്മളെ നാട്ടില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്ടുകാർ പോലും ദം ബിരിയാണി കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം, നഗ്നമായ സത്യം. പിന്നെ നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് ദേഷ്യം വരും, കാരണം അവരെ നമ്മൾ കാടടിച്ച് വെടിവെക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ സത്യങ്ങൾ അതാണ്. ഞാൻ അതൊക്കെ പഠിച്ച് എക്സ്പെഷ്യലി ഹൈദരാബാദുകാരേക്ക് ബിരിയാണി പഠിച്ചപ്പോഴാണ് ശരിക്കുള്ള ദം ബിരിയാണി കാണുന്നതും കഴിക്കുന്നതും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പടച്ചോനെ കണ്ട കാലം ഞങ്ങളെ നാട്ടിലുള്ള ബിരിയാണി, നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ പൊരിക്കുന്നു, തക്കാളി റോസ്റ്റ് ഉണ്ടാക്കുന്നു, അതിട്ട് മിക്സ് ചെയ്യുന്നു, കുറച്ച് നെയ്ച്ചോറ് അടിക്കുന്നു, അതിന്റെ മുകളിൽ അടിക്കുന്നു, അത്രേ ഉള്ളൂ നമ്മളെ നാട്ടിലെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? സത്യത്തില് ദം ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട് ഹൈദരാബാദി. നിങ്ങൾ വ്യത്യസ്ത ബിരിയാണികൾ നിങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യൂ. ജസ്റ്റ് ഹൈദരാബാദി ആണെങ്കിൽ ഹൈദരാബാദി എന്ന് അടിച്ചാൽ മതി, ആമ്പൂർ ആണെങ്കിൽ കേരള ആണെങ്കിൽ കെ അടിച്ചാൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ എല്ലാവരും. അപ്പൊ ഇപ്പോ കുറെയൊക്കെ ഇന്റർനെറ്റിന്റെ യൂട്യൂബിന്റെ ഒക്കെ ഇത് വന്നപ്പോ കുറെ ആളുകളൊക്കെ പലതും കാണുകയും അറിയുകയും ട്രൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സത്യമാണ് അത്. അപ്പൊ കിങ് ഓഫ് ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ഞാൻ കഴിച്ചപ്പോ ഞാൻ ഞെട്ടി. പിന്നെ ഞാൻ ബാംഗ്ലൂരുള്ളപ്പോ എന്നോട് പല ആളുകളും പറഞ്ഞു, അത് ഇതല്ല, ഇതിനേക്കാൾ ബെസ്റ്റ് വേറെ ഉണ്ട്, താങ്കൾ അതൊന്ന് കഴിച്ചു നോക്കൂ, അടിപൊളി ബിരിയാണിയാണ്. അപ്പൊ ഞാൻ അത് അന്വേഷിച്ചു. അങ്ങനെ ആമ്പൂർ, തലപ്പാക്കട്ടി, അതുപോലെ തന്നെ ദൊണ്ണെ ബിരിയാണി, അതൊക്കെ ഞാൻ കാണുകയും അതുപോലെ തന്നെ അവരൊക്കെ കിച്ചണിലേക്ക് പെർമിഷൻ ഉള്ളതുകൊണ്ട് പെർമിഷൻ ഇല്ലാതെ ഒക്കെ പല സ്ഥലത്തും നുഴഞ്ഞ് കയറി അവരെ സീക്രട്ടുകളൊക്കെ ചോർത്തി പഠിച്ചു. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓഹോ ഇതാണ് അതിൻ്റെ ഒരു ചേഞ്ച്. ഇതുകൊണ്ടാണ് ആ ബിരിയാണി ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം നമുക്കൊരു ഒരു 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 മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, താഴെ നോക്കിയാൽ മനസ്സിലാവും, ഓ ഇതാണ് ഇന്ന സ്ഥലം, ഇതാണ് ഇന്ന റോഡ്, ഏകദേശം പെട്ടെന്ന് പിടികിട്ടും. അതേപോലെ ഈ ബിരിയാണിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് ഒരു 2-3 കൊല്ലത്തോളം ഞാൻ പഠിക്കുക ചെയ്തു. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഒരു 6 മാസം റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് ബാംഗ്ലൂരിൽ തന്നെ തുടങ്ങി.
ഞാനും എൻ്റെ വൈഫൊക്കെ കൂടിയിട്ട് അത് നടത്തി. അതിൽ നിന്ന് എനിക്ക് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷെ ബിരിയാണിക്ക് ഒരു ഗുരുനാഥല്ല. അതാണ് സത്യം. കാരണം നമുക്ക് ചോദിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റി, പിന്നെ എൻ്റെ ചില കോമ്പിനേഷൻസ്, അത് ഈ ഹൈദരാബാദിയുടെ റൈസ് കൊണ്ട് തലശ്ശേരിക്ക് വെച്ച എങ്ങനെ ഉണ്ടാവും, തലശ്ശേരിയുടെ മസാലയിൽ ഹൈദരാബാദിയുടെ ഇത് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഞാൻ ഈ കോമ്പിനേഷൻസ് മുഴുവൻ ആണ് ട്രൈ ചെയ്തു. നല്ല രീതിയിൽ ലക്ഷക്കണക്കിന് രൂപയും മാസക്കണക്കിന് സമയവും നല്ല അതൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇതിനെ കുറിച്ച് ഒരു റിസർച്ച് ചെയ്ത് റെഡിയാക്കി. അങ്ങനെ റെഡിയായി ബിരിയാണിയൊക്കെ വെച്ച് നല്ല ശമ്പളത്തിലേക്ക് ഞാൻ എത്താൻ തുടങ്ങി. അങ്ങനെ ഞാൻ പല സ്ഥലത്തും ജോലി ചെയ്യാൻ തുടങ്ങി. മൾട്ടിപ്പിൾ ബിരിയാണി അറിയുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പല സ്ഥലത്തും ബാംഗ്ലൂരിൽ തന്നെ എൻ്റെ ബിരിയാണി വെച്ചിട്ട് പുറത്തു പോയാൽ മതി. അപ്പോൾ ഞാൻ അവിടെ ഒരാളെ ഇൻസ്പയർ ആയത് നമ്മള് ഗുരുക്കളും കൂടിയാണ് അദ്ദേഹം, ആമ്പൂർ ബിരിയാണി. അദ്ദേഹത്തിൽ നിന്നൊക്കെ ഞാൻ ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ട്. അദ്ദേഹം വരും, ഒരു 1.5 മണിക്കൂർ കൊണ്ട് ബിരിയാണി അടിക്കും, പോവും. അയാൾ അസിസ്റ്റന്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അടുത്ത സ്ഥലത്തേക്ക് ആള് പോവും. ഇങ്ങനെ ഇദ്ദേഹം രാവിലെ ഒരു 6-7 മണിക്ക് ഇറങ്ങിയിട്ട് 12 മണിയാകുമ്പോഴേക്കും 1500 രൂപ സമ്പാദിച്ച് ഉച്ചയ്ക്ക് ശേഷം ആള് വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യണം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഉച്ചവരെ പണിയെടുത്തിട്ട് നോക്കുമ്പോൾ ഗൾഫിലൊക്കെ നമ്മൾ കേട്ടതിനേക്കാൾ മൂല്യത്തിലുള്ള പൈസ. ശരിക്കും എക്സൈറ്റഡ് ആയി. അതൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെയൊന്നുള്ള പണിക്കാർ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിൽ ബിരിയാണി വെച്ചിട്ട് അത് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു 1 കിലോ 2 കിലോനൊക്കെ ആണെങ്കിൽ ഒരു 1-1.5-2 മണിക്കൂറിൽ തീരും. ബാക്കിയൊക്കെ ഒരു 4-5 മണിക്കൂറിന്റെ പണിയാണ്. കുറച്ച് അധികം ഉണ്ടെങ്കിൽ തലേ ദിവസം തുടങ്ങണം. അപ്പൊ ബിരിയാണി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടഫായിട്ടാണ് കാണുന്നത്. ഈ പണികളൊക്കെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് നല്ല ശമ്പളം കിട്ടാൻ തുടങ്ങി. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ ബിരിയാണി എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സ്കില്ല്. കാരണം ബിരിയാണി നേരെ ചൊവ്വ വെക്കാൻ 97% ആളുകൾക്ക് അറിയില്ല. കാരണം ബിഫോർ ഡെലിവറി, ഇപ്പൊ ഒരു കുട്ടി ജനിക്കാൻ പോവുകയാണെങ്കിൽ ആ കുട്ടി എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിലൊരു ഗ്യാരണ്ടി നമുക്ക് പലതിലും കൊടുക്കാൻ കഴിയാത്തതാണ് ഇന്നത്തെ പ്രശ്നം. ബേക്കറി അങ്ങനല്ല ഉണ്ടാവും. ബേക്കറിക്ക് കുറച്ചും കൂടെ ഒരു ഇതുണ്ട്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഒരു ഇതിൽ തന്നെ പറയാം. എല്ലാവർക്കും ക്ലിയർ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് ഹാർഡ് ഡിസ്കഷൻ ചെയ്യാം. നിങ്ങൾ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചോളൂ. ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനോ എഴുതി അയക്കാനോ ഒക്കെയുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. അപ്പൊ നമ്മളെ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പൊ അങ്ങനെ ബിരിയാണി കട ഞാൻ നടത്തി, വളരെയധികം റിസർച്ചുകൾ നടത്തി. അപ്പൊ നമ്മുടെ നാട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ഭയങ്കര ടൈം വേണം. അപ്പോ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ സ്വതവേ ഒരു ബിരിയാണി കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ട്രിപ്പ് ബിരിയാണി വെച്ചിട്ട് ആ ബിരിയാണി കഴിഞ്ഞ് അടുത്ത ഒരു ബിരിയാണി കൂടെ വെക്കാൻ പറഞ്ഞാൽ അവന് ഭ്രാന്ത് പിടിക്കും. കാരണം എന്താ? കാരണം അത് ഭയങ്കര ടഫാണ്, അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഒരു ബിരിയാണിയുടെ ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടങ്ങിയിട്ട് അവസാനിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് തലശ്ശേരി ഭാഗത്തുള്ള പച്ചക്ക് ദമ്മ് എന്നൊക്കെ പറയുന്ന ദമ്മാണെങ്കിൽ, അത് ഉണ്ടാക്കി അത് ദമ്മിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദമ്മ് പൊട്ടിക്കണമെങ്കിൽ 2.5 മണിക്കൂർ 2 മണിക്കൂർ മിനിമം അവർ പറയുന്നത്. 2.5 മണിക്കൂർ പ്ലസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സാധനം ക്ലിയർ ആവുള്ളൂ. അല്ലാതെ ഇതാവില്ല. എന്താ ചെയ്യാ? പൊട്ടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ്. രണ്ടാമത് അയാൾ അതേ കുക്ക് ഒരു സാധനം വെച്ച് അടുത്ത് വെച്ചാൽ ആ ടേസ്റ്റ് ഒരു ഉറപ്പുണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഈ ബിരിയാണി ഇൻഡസ്ട്രിയിലെ വലിയ പ്രോബ്ലംസ് ആണ്. പിന്നെ അതിനേക്കാളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം, ഈ ബിരിയാണിയുടെ അരി ഉണ്ടല്ലോ. ബിരിയാണിയുടെ അരി നിങ്ങൾക്ക് ഏതൊക്കെ അരികൾ അറിയാം? ഒന്ന് ടൈപ്പ് ചെയ്തേ. അപ്പോ നമ്മൾ ജനറലായിട്ട് നമ്മൾ ബിരിയാണിക്കട പോയിട്ട് ബിരിയാണിയുടെ സെയിൽ ചെയ്യുന്ന അയാളോട് ചോദിക്കുക ചെയ്യുക, എന്തെന്ന്, ചേട്ടാ നല്ലൊരു ബിരിയാണിയുടെ അരി ഉണ്ടാവോ? ഏതാ നല്ല അരി? അല്ലേ, ഇതന്നെയല്ലേ സത്യം? ഏതാ അരിന്ന് അവരോട് അങ്ങോട്ട് ചോദിക്കുക ചെയ്യുക.
അപ്പൊ അവര് പറയും ചേട്ടാ ഈ അരി ഉണ്ടാക്കിയോ, ഇത് മറ്റേ അവർക്ക് അവരുടെ അടുത്തുള്ള ഏതെങ്കിലും ഷെഫുമാര് വന്നിട്ട് ഇന്ന അരി എന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ടുപോയിട്ടുണ്ടാവും. ഇതായിരിക്കും ചിലപ്പോ അവരും ബെസ്റ്റാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവുക. അവിടെ പോയിട്ട് ആ ബിരിയാണി അരി കൊണ്ട് മേടിച്ചുകൊണ്ടിരും. അതെ, അതാണ് സത്യം. അവിടെ പോയിട്ട് അവര് പറയുന്ന ബിരിയാണിയുടെ അരി വാങ്ങിച്ച് നമ്മൾ വെക്കേണ്ട സ്ഥിതിയാണ്. അപ്പൊ അവിടെ കഴിഞ്ഞ ആഴ്ച ഏതെങ്കിലും ഒരു കുക്ക് എന്ന് പറയുന്ന ആള് പറഞ്ഞൊരു ഒരു ഒരു റൈസ് ഉണ്ടായിരിക്കും. പുള്ളിക്ക് അതാണ് അന്നത്തെ അവിടെ സെയിൽസ്മാന് തോന്നാണ് ഈ അരി കുറച്ചുകൂടി ആൾക്കാർ കൊണ്ടുപോകുന്നു തോന്നിയ പുള്ളി അത് പറയും. പോസ്റ്റ് മേളെന്നോ അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റെന്നോ വൈറ്റ് സെല്ലാന്നോ ഇത് എന്തിനാണ് ഈ അരി വെച്ച. എന്റെ ഉമ്മാക്ക് ഇപ്പോഴും അറിയില്ല. ഉമ്മ എപ്പോഴും പറയാ എടാ നല്ല അരി മേടിച്ചോണ്ടാട്ടാ. എന്താ പറയാ, പാവം എൻ്റെ ഉമ്മയൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. എൻ്റെ ഉമ്മ, അമ്മായിമ്മ അവരൊക്കെ ചെറിയ ചെറിയ ടിപ്പുകൾ തന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇന്ന് നല്ല ഒരുപാട് ചെറിയ ചെറിയ പോയിന്റ്സുകൾ ഇപ്പൊക്കെ ഞാൻ അവർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ അപ്പൊ ഇപ്പോ വൈഫൊക്കെ പറയും നിങ്ങൾ ഈ ഭക്ഷണമൊക്കെ പഠിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ പെട്ടു. കാരണം ഇവര് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ച് തന്നു കഴിഞ്ഞാലേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് വന്ന അപ്പൊ പിടിക്കും ഞാൻ ചോദിക്കും നിങ്ങള് അപ്പോ ആ എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് പോയല്ലേ, ഇതെന്താ തക്കാളി മുറിച്ചിട്ടിട്ട് കറലെടുത്തേക്കും പോയോ, ഇങ്ങനെയൊക്കെ എനിക്ക് ചോദിക്കാൻ അതൊരു അനുഗ്രഹമാണ്. കാരണം നല്ലൊരു കുക്കിനോട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മൈൻഡില് സെൻസില് അവിടെ ഒരു ഗ്യാസ് ലീക്കോ ഒരു വെള്ളം വീണ് പോവുകയോ എന്തുണ്ടെങ്കിലും നിങ്ങൾ ആ കിച്ചനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ആ സബ്ജക്റ്റിലേക്ക് കടക്കാം. അപ്പൊ നമ്മളെ പ്രധാന വിഷയം ഈ അരികളെ കുറിച്ച്. അപ്പൊ നിങ്ങൾക്ക് അറിയോ ശരിക്ക് തണുപ്പിന് ഉപയോഗിക്കുന്ന അരികളുണ്ട്, തണുപ്പുള്ള സീസണിൽ സമയത്ത്, ചൂടുള്ള സീസണിൽ ഉപയോഗിക്കേണ്ട അരികളുണ്ട്. അതുപോലെ തന്നെ ഓരോ നാടുകൾക്ക് അനുസരിച്ചിട്ട് ഓരോ ഡിഷുകൾക്കും ഡിസൈൻ ചെയ്ത അരികളുണ്ട്. ആ അരികൾക്കനുസരിച്ചാണ് അതിന്റെ രുചിയൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഈ ക്ലൈമറ്റിനനുസരിച്ച് പോലും അരികൾ മാറ്റാൻ ഗുണമുണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് ആണ് ഞാൻ കേൾക്കുന്നത്. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ്. എക്സൈറ്റഡ് ആണെങ്കിൽ ഈ എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ഈ ഞാൻ എക്സൈറ്റഡ് ആണ്, അല്ല എക്സൈറ്റഡ് അല്ലെങ്കിൽ നോ ഒന്ന് ടൈപ്പ് ചെയ്തേ. നോ. അപ്പൊ എക്സൈറ്റഡ് ആവുന്നത് എന്തുകൊണ്ടാ? ഇതൊന്നും ഒരു യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ അത് കാരണം ഞാനിത് വിടേണ്ടി വരും. കാരണം വേറെ ആരും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആളുകൾക്ക് വ്യക്തമായിട്ട് ധാരണ ഇല്ല. അപ്പൊ അവിടെയാണ് നമുക്ക് ഇത് എന്തിനാണ് ഈ അരി എന്ന് പോലും പലർക്കും അറിയില്ല. അപ്പൊ പിന്നെ എങ്ങനെ അവരെ ഭക്ഷണം നന്നാവുക? അതുപോലെ ഇനി എത്ര വെള്ളം ഒഴിച്ചാലും ഏത് അരിയിൽ എങ്ങനെ വെറ്റിക്കാം, ഇല്ല ഊറ്റുമ്പോ എത്ര മിനിറ്റിൽ ഇത് ഊറ്റിയാലാണെന്നുള്ള കൃത്യമായ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഒന്ന് എഴുതിക്കോളൂ എല്ലാവരും ബുക്ക് എടുത്തിട്ട്. ബിരിയാണിയില് ബസ്മതിയിൽ 4 വിഭാഗമുണ്ട്. ബസ്മതിയിൽ പച്ചരി, ആവിയിൽ പുഴുങ്ങിയ അരി, വെള്ളത്തിൽ 1 പ്രാവശ്യം പുഴുങ്ങിയ അരി, പിന്നെ വെള്ളത്തിൽ 3 പ്രാവശ്യം പുഴുങ്ങിയ അരി. അത് ബസ്മതിയിൽ പോലും അങ്ങനെ ഉണ്ട്. ഇനി അതിന്റെ ഉപവിഭാഗങ്ങൾ പല കമ്പനികളൊക്കെ ആയിട്ടിട്ട് 20 മുതൽ 100 വരെ അരികളുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് അറിവില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം വെച്ച് നന്നാവോ? നമ്മൾ ഭക്ഷണത്തില് കൂടുതൽ റൈസ് ആണ് കഴിക്കുക. അപ്പൊ നന്നായി വരണമെങ്കിൽ അരി നന്നാവണം. ഓരോ ഡിഷിനനുസരിച്ച് അരി മാറ്റാൻ അറിയണം. അതിനൊരു ഗുരു വേണം. ഒരു ഗുരുവിന്റെ അടുത്ത് തന്നെ പഠിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പഠിച്ച അറിവുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിലേ സുമാറ് നിങ്ങൾ ഒരു 5 വർഷം ബിരിയാണിയുടെ പിന്നാലെ പഠിപ്പിച്ച് തരുമെങ്കിൽ, ആരെങ്കിലും പഠിപ്പിച്ച് തന്നാൽ നിങ്ങൾ നടക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക്, കാരണം പല യൂട്യൂബിലൊക്കെ നോക്കിയാൽ പോലും ആവശ്യത്തിന് തൈര്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഈ ആവശ്യം എത്ര, ഒരു 100-200 ഗ്രാം വെള്ളം കൂടിയാലൊക്കെ ഉണ്ടല്ലോ ഈ സാധനം പേസ്റ്റ് കലങ്ങി പപ്പടായി പോവും. എല്ലാവരും പലരുടെ മുഖത്തും ചിരിയൊക്കെ വരുന്നുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. സത്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോ ഇതൊന്നും ആളുകൾക്ക് അറിയില്ല. അപ്പൊ ആളുകൾ വിചാരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാല്
ആ ഈ അരി വെച്ച് ബിരിയാണി വെച്ചാൽ ശരിയാവും. അപ്പോൾ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി. കാരണം ഈ അറിവിനേക്കാൾ വലിയ സംഗതി പണമാണോ അറിവാണോ ഏറ്റവും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും അറിവാണെന്ന്. അറിവിൽ അറിവുണ്ട്, പക്ഷെ അതിന്റെ പെർഫെക്ഷൻ എപ്പോഴാ? അതാണ് ക്ലാരിറ്റി. ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അതൊക്കെ അറിവുണ്ടായാൽ മാത്രം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ക്ലാരിറ്റി വരണമെങ്കിൽ എന്ത് വേണം? പ്രാക്ടീസ് വേണം. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ പ്രാക്ടീസ് വേണം. അപ്പൊ അറിവുണ്ടായാൽ മാത്രം പോരാ, ആ അറിവ് സമയാസമയത്തിന് പ്രയോഗിക്കണമെങ്കിൽ എന്ത് വേണം? പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് വരുമ്പോഴാണ് ക്ലാരിറ്റി വരിക. കൂടുതൽ പ്രാവശ്യം നമുക്ക് ഇപ്പൊ ഞാനിവിടെ വരുന്ന സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ പഠിച്ചു എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ചിലർക്ക് തോന്നും, കണ്ടു, മനസ്സിലായി, ഇത് കണ്ടു. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നീന്താൻ വളരെ വിദഗ്ധരായ ആളുകളുടെ യൂട്യൂബ് വീഡിയോസും നേരിട്ടും പോയി കണ്ട് പരിചയമുണ്ട്. എല്ലാം കണ്ടു മനസ്സിലായിട്ടുണ്ട്. അയാളെ പിടിച്ച് വെള്ളത്തിയിട്ട് എന്തായിരിക്കും അവസ്ഥ? ആലോചിച്ച് നോക്കിയേ നിങ്ങളെല്ലാവരും. എന്തായിരിക്കും അവസ്ഥ? ഇതേപോലെയാണ്. നിങ്ങൾ പഠിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിറഞ്ഞു എന്ന് തോന്നിയാൽ പിന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ കഴിയില്ല. ഖുർആൻ ഞാൻ അങ്ങോട്ട് തരും, ഒരു പേജ് നിങ്ങൾ കംപ്ലീറ്റ് അങ്ങോട്ട് ഇരുന്ന് വായിക്കുക. വായിച്ചല്ലോ, മനസ്സിലായില്ലേ? അത് അടച്ചിട്ട് കാണാതെ അങ്ങ് എനിക്ക് ഓതി കേൾപ്പിച്ച് തരാം, ഞാൻ നിങ്ങൾ അംഗീകരിക്കാം, നിങ്ങളുടെ ഐക്യു. അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല, ജസ്റ്റ് കണ്ടു അറിഞ്ഞു അതിങ്ങനെയാണെന്ന് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെയൊക്കെ നമ്മളെ ഷെഫുമാർക്കുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ലിസ്റ്റ് അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അവർ കിടന്ന് വിറയ്ക്കും. ഒരു വലിയ മെനു തന്ന ഇപ്പൊ ഇതിലിരിക്കുന്ന എത്ര പേർക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്? കുക്കിംഗ് പാസ്റ്റില് വളരെയധികം ഒരു 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 പെൺകുട്ടി വിവാഹം കഴിച്ച് പോയി വീട്ടിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വർഷക്കണക്കിന് പിടിക്കും അവരുടെ ഭക്ഷണമൊക്കെ ഒന്ന് ഒരു വിധം കഴിക്കാവുന്ന രുചിയിലേക്ക് എത്താൻ. ഇവര് പരീക്ഷിച്ച് വീട് പപ്പടാക്കും. അതൊക്കെ തന്നെയാണ് സത്യം. എല്ലാവരും, ഞാനും അതിനൊക്കെ ഇരയായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മയൊക്കെ വെച്ച് തരുന്നത് നമുക്കൊരു ശീലമായതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആരും ഇതൊന്നും എന്തല്ല പഠിച്ച് എവിടുന്നും പുറപ്പെട്ടു വന്നവരൊന്നല്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ റെഡി ആയി വന്നവരാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബിരിയാണിയുടെ വെപ്പും അരികളും. ഈ ബിരിയാണി കൃത്യമായിട്ട് വെക്കാൻ ഒരുവിധ ലെവലായെങ്കിൽ ആ ബിരിയാണിക്കാരൻ തന്നെ അടുത്ത ട്രിപ്പ് വെച്ചത് നന്നായിരിക്കില്ല. എന്തുകൊണ്ടാ ഞാൻ ഇതൊരു ബേസ് പറഞ്ഞു വരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതറിഞ്ഞെങ്കിലാണ് നിങ്ങൾ എന്തിന് എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻട്രി കിച്ചൺ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ വരണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതെ, പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ക്ലാസ് അവസാനം വരെ ഇരുന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരുപാട് അറിവ് മാത്രമല്ല, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാവുന്ന ചില തീരുമാനങ്ങൾ എടുക്കാൻ എൻ്റെ ഈ ക്ലാസ് സഹായിക്കും. അപ്പോ ഈ ഭക്ഷണം ഒരു പ്രാവശ്യം വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു ഡെലിവറിക്ക് മുന്നേ നമുക്കറിയില്ല ഭക്ഷണത്തിന്റെ രുചി. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച സിസ്റ്റം പ്രകാരം ഈ ഏത് ബിരിയാണി വെച്ചാലും ആ ബിരിയാണിക്ക് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടായിരിക്കും. അത് നമുക്ക് പാചകം കഴിയണതിന് മുന്നേ തന്നെ അറിയാൻ പറ്റും. എക്സൈറ്റഡ് ആണോ നിങ്ങൾ എല്ലാവരും? എക്സൈറ്റഡ് ആണോ? വണ്ടർഫുൾ ആയി. നിങ്ങൾക്ക് ഒരു വാവ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വാവ് അടിച്ച് ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോണ്ടാറിയല്ലോ. പിന്നെ അതുപോലെ ഇത്തരം ക്ലാസ്സുകൾ, കുറച്ച് ലെങ്തി ക്ലാസ്സുകൾക്കൊക്കെ ഞാൻ തന്ന നിർദ്ദേശങ്ങളുണ്ട്. ആളുകൾ വായനയൊക്കെ ഇപ്പോൾ കുറവാണ്. ഭക്ഷണം കഴിച്ചിട്ട് വന്നിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഒരു 1.5 hour 2 hour വരെയൊക്കെ മൊത്തത്തിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച് നിങ്ങൾ വരണം. തയ്യാറെടുപ്പ് എപ്പോഴും കൃത്യമാണെങ്കിൽ വിജയം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഭക്ഷണ മേഖലയിൽ ഒപ്റ്റിമൈസേഷൻ, എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ അതിനുള്ള സമയം ആവണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിലവരൊരു ബ്രാഞ്ച് തുടങ്ങി സക്സസ് ആയ ഉടനെ 10 ബ്രാഞ്ച് തുടങ്ങും, പൊളിഞ്ഞ് പാളീസ് ആവും. അപ്പൊ ഈ ലുലു മാളില് എന്താ അവിടെ യൂസഫ് അലിക്ക് എവിടെയെങ്കിലും ഇവിടെ ജബ്ബാറെ പോയിട്ട് നീ പോയിട്ട് മറ്റേ ക്യൂ നിൽക്കണ അവിടെ ആൾക്കാർ വേഗം ബില്ലടിച്ച് വിട്, നീ എന്താ അവിടെ നിൽക്കണ അവിടെ മറ്റേ ലോഡ് ഇറങ്ങിയിട്ട് നോക്ക്, ശിവകാശിന്ന് സാധനം വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും നമ്മൾ യൂസഫ് അലിക്ക് അങ്ങനെ പറയണ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേൾക്കില്ല. കാരണം എന്താ? സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യണത്. കിടന്നുറങ്ങുമ്പോഴും നമുക്ക് സാമ്പത്തികം വരണം. ഓക്കെ, എഴുതിക്കോളൂ. മണി നൗ, മണി മന്ത്ലി, മണി ഫ്യൂച്ചർ.
എഴുതിക്കോളൂ കേട്ടോ. മണി നൗ, മണി മന്ത്ലി, മണി ഫ്യൂച്ചർ. അപ്പൊ മണി നൗ എന്ന് പറഞ്ഞാൽ അന്നന്ന് പണിക്ക് പോയിട്ട് കൂലി കിട്ടിയാൽ മാത്രം. ഇന്ന് ഏകദേശം നമ്മളൊക്കെ അവസ്ഥ തന്നെയാണ്. അതാണ് മണി നൗ. മണി മന്ത്ലി, മക്കളൊക്കെ വലുതായി മന്ത്ലി പൈസ തരികയാണെങ്കിൽ കുഴപ്പമില്ല, ബിൽഡിംഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ മണി മന്ത്ലിയിൽ കൂട്ടാൻ പറ്റും. മണി ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് പുതിയൊരു വരുമാന മാർഗമാണ് ഇന്ന് യൂട്യൂബ് ചാനലിൽ പലരും കേട്ടിട്ടില്ലേ, യൂട്യൂബ് വരുമാനം, ഫേസ്ബുക്ക് വരുമാനം കിട്ടി ഇത്രയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പൊ ഇത് സോഷ്യൽ അസറ്റ്. നമുക്ക് പലതരം സമ്പത്തുണ്ട്. നമ്മളെ സ്വർണം അതൊരു സമ്പത്താണ്, ഗോൾഡ് അസറ്റ് ആണ്, ക്യാഷ് വേറൊരു അസറ്റാണ്, ബാങ്ക് അസറ്റ്, ലാൻഡ് അസറ്റ്, സോഷ്യൽ അസറ്റ്. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഡോക്യുമെന്റൽ അസറ്റ്, സോഷ്യൽ അസറ്റ് എഴുതി വെച്ചോളൂ കേട്ടോ. സോഷ്യൽ അസറ്റ്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് 1 ഏക്കർ സ്ഥലം സോഷ്യൽ മീഡിയയിലുണ്ട്. നിങ്ങൾക്കൊക്കെ എത്ര ഉണ്ട്? നിങ്ങൾക്കൊക്കെ എത്ര ഉണ്ട്? അപ്പോൾ പല ആളുകളും ഇന്ന് ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതൊക്കെ വാച്ചേഴ്സ് ആണ്, യൂസേഴ്സ് അല്ല. കാരണം ഈ മീഡിയ വെച്ചിട്ട് പണം നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ യൂസേഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തല്ല, നിങ്ങൾ ഇത് ജസ്റ്റ് ഇങ്ങനെ 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 പണ്ട് ഇങ്ങനെ ആയിരുന്നു. ഇതിനെന്താ പറയാ, ഇതിന് തമ്പാക്ക്, അതിങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ അപ്ഡേഷൻ വന്നു. ഇപ്പൊ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഇങ്ങനെ ആളുകൾ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീരിയസ്ലി. ഓക്കെ. അപ്പോ നമ്മള് യൂസഫ് അലിഖാനെ എവിടെയും കാണാറില്ല. അദ്ദേഹം ഇങ്ങനെ വരുന്നു, ആളായിട്ട് നടക്കുന്നു. സിസ്റ്റമാണ്. 200 ചില്ലാനം ലുലു മാളുകൾ, ഇതൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, സ്ട്രഗിൾ ചെയ്തിട്ടാണ്. നമ്മൾ ഒരിക്കലും പണം മുടക്കാതെ, ഒരിക്കലും നമ്മളെ സമയം, നമ്മളുടെ വ്യക്തമായ, നമ്മളുടെ ഒരു വലിയ വ്യക്തമായ ഒരു ഭയങ്കരമായൊരു ഹാർഡ് വർക്ക് ഇല്ലാതെ നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇത് സത്യമാണ്. നിങ്ങൾ ആരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ, അങ്ങനൊന്നും നമ്മളെ അടുത്ത് പൈസ വരില്ല, നമുക്ക് ഉയർന്നു വരാൻ കഴിയില്ല. ഒന്നും ചെയ്യാതിരുന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് പൊസിഷൻ എടുത്താലും, മുഖ്യമന്ത്രി, അപ്പൊ അവിടെ വന്നു സരിത, മറ്റേ ഇടതുപക്ഷം, അപ്പൊ അതിന് അടുത്തൊരു നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് എനിമീസോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടാവും. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചാനൽ ഓപ്പൺ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ ആക്ടിവിറ്റീസ് പബ്ലിക്കിനെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് നിങ്ങൾക്കൊരു മടി ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഓൺ ആക്കിയിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനെ കംപ്ലീറ്റ് തപ്പിയിട്ട് എല്ലാവരും അങ്ങ് ബ്ലോക്ക് ചെയ്യുക. നാട്ടുകാരാണ് പ്രശ്നം, അവരും ബ്ലോക്ക് ചെയ്യുക. എന്നിട്ട് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. ഇന്ന് സോഷ്യൽ മീഡിയ സൗജന്യമായിട്ട്, പണ്ട് സർക്കാർ ഫ്രീ ആയിട്ട് നിങ്ങൾ കൃഷി ചെയ്ത സ്ഥലം നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഉത്തരവ് ഇറക്കിയപ്പോൾ എത്ര ആൾക്കാർക്ക് ലാൻഡ് കിട്ടി? അല്ലാതെ നിങ്ങൾ വിചാരിക്കണേ ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ കിട്ടിയത് അവരുടെ കഴിവുകൊണ്ടാണെന്നാണോ? പള്ളി പോയി പറഞ്ഞാൽ മതി. അങ്ങനെ കിട്ടിയ ഭൂസ്വത്താണ് അതൊക്കെ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞ, നിങ്ങളൊക്കെ കണക്ട് ചെയ്ത് എവിടെ വെച്ചിട്ടാ? പണ്ട് എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ? ഞാൻ 20 lakhs rupees പ്ലസ് ഈ മനോരമ അതുപോലെയുള്ള പത്രങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് എൻ്റെ പോയിട്ടുണ്ട് പഴയ കാലത്ത്. അനുഭവസ്ഥനാണ്. അനുഭവമുള്ള ആൾക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ ലുലു മാളിന്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ യൂസഫ് അലിയുടെ സിസ്റ്റം. അപ്പൊ ഈ സിസ്റ്റം ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. മണി ഫ്യൂച്ചർ. ആ ഫ്യൂച്ചർ പൈസ കിടന്നുറങ്ങുമ്പോഴും പൈസ വരികയാണ്. ഇപ്പോൾ കിടന്നുറങ്ങുമ്പോഴും പൈസ വരുന്നതിന് ഒരു ഉദാഹരണമാണ് സോഷ്യൽ മീഡിയ. കാരണം എൻ്റെ വാച്ചിങ് ഹവേഴ്സ് ഒരു ദിവസം ആകെ 24 മണിക്കൂറുള്ളൂ. ഒരു ദിവസം ഏകദേശം ഒരു 400-500 മണിക്കൂർ എൻ്റെ വീഡിയോസ് ആളുകൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും മൾട്ടിപ്പിൾ ആക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്താ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിങ്ങളൊന്ന് ആലോചിക്കേ, നിങ്ങൾ ഇത്രയും പേര് ഞാനൊരു ക്ലാസ് വെച്ചിട്ട്, പഴയ കാലത്ത് ഒരു രക്ഷയില്ല എങ്ങനെ കാണാനും സംസാരിക്കാനും. അവിടേക്ക് നിങ്ങൾ യാത്രാ ചെലവ്, ക്ഷീണം, ഭക്ഷണ ചെലവ്, ഓഡിറ്റോറിയം വാടക, എത്ര രൂപയായിരിക്കും ചെലവ്? എത്ര രൂപയായിരിക്കും ചെലവ്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എത്ര സമയം വേണം? ഇന്ന് അത്രയും നമുക്ക് ഡിജിറ്റലി
കമ്പ്യൂട്ടറുകളുടെ അപ്ഡേഷൻസ് കാരണം. പക്ഷെ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ ഔട്ടാവും. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അഡോപ്ഷൻ കർവ്, ഇങ്ങനെ ഒരു കർവിനെ നമ്മൾ ഉദാഹരണമാക്കുക. ഇത് വരച്ച് വെച്ചോളൂ കേട്ടോ, ഇങ്ങനെ ഒരു കർവ്. ഇതിലിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഇറങ്ങും. നമ്മൾ വയസ്സാണ് കണക്കൂട്ടണമെങ്കിൽ ആ വയസ്സ് ഇവിടുന്ന് ഇങ്ങനെ കയറി ഇവിടെ ഇങ്ങനെ വന്നിറങ്ങും. എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ അഡോപ്ഷൻ കർവിന് എൻ്റെ തല വെസ്റ്റാണ്, കറക്റ്റ് ഷേപ്പാണ്. അപ്പൊ ഇവിടുന്ന് കയറി ഇങ്ങനെ ഇറങ്ങും. ജീവിതം അതുപോലെയാണ്, ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങും. അഡോപ്ഷൻ കർവിന് എൻ്റെ ഉദാഹരണം എൻ്റെ തല തന്നെ വെച്ചോളൂ. അപ്പോ 10 വയസ്സ് 20 വയസ്സ് 30 വയസ്സ് 40 വയസ്സ് 50 വയസ്സ് 60 70 80 അങ്ങനെ കയറ്റം കയറി ഇറങ്ങും. എല്ലാത്തിനും ഉണ്ട് അത്. സൗന്ദര്യം, നല്ലൊരു സൗന്ദര്യം വരും, ആ സൗന്ദര്യം ഇങ്ങനെ വന്ന് നശിക്കും. അപ്പൊ ഈ സൗന്ദര്യത്തിന് വിറ്റ് കാശാക്കുന്ന, ആ കഴിവുകൾ ഉപയോഗിച്ച് കാശാക്കുന്ന ഇന്ന് ഏറ്റവും വലിയ പൈസ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. മമ്മൂട്ടി അദ്ദേഹം 73-ാം വയസ്സിൽ വയസ്സൻ റോളുകൾ അഭിനയിക്കുന്നതിന് പകരം ഈവൻ രജനീകാന്ത് പോലും മേക്കപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ആരോഗ്യമൊക്കെ നോക്കിയിട്ട് പുതിയ ക്യാമറ ടെക്നോളജി ഒക്കെ വന്നപ്പോൾ ആ അപ്ഡേഷൻസ് മുഴുവൻ ഉപയോഗിച്ചപ്പോൾ ഇങ്ങനെ കയറി ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്ന ആൾക്കാർ പൈസ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും കയറുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണോ? പണിയെടുക്കണം, കുറച്ച് പണിയുണ്ട്. പക്ഷെ ഞാൻ തരുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിരിയാണി ബിസിനസ്സിലൂടെ ഞാൻ നല്ലൊരു ഗ്യാപ്പ് കണ്ടെത്തി. നല്ലൊരു ഒരു വലിയ അവസരം നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു 10,000 പേരെ പഠിപ്പിക്കുക, അവരെ കോടിപതിമാരാക്കുക. എനിക്ക് കിട്ടിയ പോലെ അവരും നന്നാവട്ടെ. എൻ്റെ ലക്ഷ്യം അതാണ്. ഞാനും സാമ്പത്തികമായി ഉയർന്നാൽ അത് ഈ നാട്ടിലേക്ക് തന്നെ ഇതേപോലെ പഠിപ്പിക്കാൻ സെന്ററുകൾ തുടങ്ങി മാക്സിമം ആളുകൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്ക് കിട്ടുന്നത്, നമ്മൾ വെച്ചാൽ കുറെ ഭക്ഷണം കഴിച്ചു, ആ കഴിച്ച ഭക്ഷണം അവിടെ തന്നെ കെട്ടി നിന്ന് എന്തായിരിക്കും സ്ഥിതി? നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് അതിന്റെ സമയം കഴിയുമ്പോൾ പോകണം. അതേപോലെ എനിക്ക് കിട്ടുന്ന സമ്പത്തും ഇത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ. നല്ല നന്മകൾ ചെയ്യണം. ആദ്യം ഞാൻ നന്നാവട്ടെ, എന്നിട്ടുണ്ട് നാട്ടുകാർ നന്നാക്കാൻ. ഞാൻ നന്നാവാൻ ആദ്യം ശ്രമിച്ചു. ഞാൻ ഒരു വിന്നറായി കാണിക്കണം. ഇപ്പോൾ പടച്ചവന്റെ കൃപയാൽ ആ വിന്നറാവാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ അപ്ഡേഷൻസ് നമ്മൾ ചെയ്യാത്ത കോടിക്കണക്കിന് രൂപ ഉള്ളവർ പോലും പൊട്ടി തകർന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? അവർ അപ്ഡേഷൻ കൊണ്ടുവരാൻ തയ്യാറായില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന 1-2 ഉദാഹരണം പറഞ്ഞ് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മളെ അംബാസിഡർ കാറ് പ്രധാനമന്ത്രി ഉപയോഗിച്ചിരുന്നു പറഞ്ഞ് ഭയങ്കര ഒരു അഹങ്കാരം ശരിക്കും ഉണ്ടായിരുന്നു. എവിടെ പോയി? ആ കുറച്ച് മോൾഡുകളൊക്കെ മാറ്റണം, അതിന്റെ പഞ്ചിങ്ങിന്റെ. ഈ അപ്ഡേഷൻസ് ഒന്നും എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അംബാസിഡർ കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പ് പൂട്ടിപ്പോയി. കൊഡാക്ക് കമ്പനി ഏറ്റവും കൂടുതൽ ക്യാമറ, ഏറ്റവും നല്ല ഫിലിം, ഞാനൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. എവിടെ പോയി? പഴയ കാസറ്റ്, CD, DVD എവിടെ പോയി? അപ്പൊ കാലം ഇതിനൊക്കെ മറക്കും. പഴയ കാലത്ത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ TV VCR വാടകയ്ക്ക് എടുത്തിട്ട് കാസറ്റ്, ഓല കാസറ്റ് ഉണ്ട്, അതും എടുത്ത് വാടകയ്ക്ക് എടുത്ത് ഫിലിമൊക്കെ കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. ആ TV VCR വാടകയ്ക്ക് കൊടുക്കുന്ന കച്ചവടക്കാരൻ അത് കാലാകാലം ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പൂട്ടി പപ്പടായി പോയ ആൾക്കാർ എനിക്കറിയാം ഞങ്ങളുടെ നാട്ടില്. എന്ത് സംഭവിച്ചവർക്കൊക്കെ? അവരൊക്കെ വിചാരിച്ചു ഇതെന്നും നിലനിൽക്കുമെന്ന്. എവിടെ? ഒന്നും നിലനിൽക്കാൻ പോടില്ല. എല്ലാം തവിടുപൊടി. കാരണം എന്താ? അപ്ഡേറ്റഡ് ആവണം. പഴയ കാലത്ത് ഒരു അപ്ഡേഷൻ പൂർണ്ണമായിട്ട് വരാൻ ഒരു ഏകദേശം 10 കൊല്ലെങ്കിലും മിനിമം പിടിച്ചിരുന്നു. പിന്നെയാണ് മാറ്റം വന്നിരുന്നത്. ഈവൻ വീഡിയോ കാസറ്റ് ഒക്കെ ഒരു 15 കൊല്ലം പിടിച്ചു നിന്നിട്ടുണ്ട്. പിന്നെ CD-കളുടെ കാലം, അതൊരു 10 കൊല്ലം പിടിച്ചു നിന്നു. പിന്നെ കമ്പ്യൂട്ടറുകൾ അങ്ങോട്ട് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് എത്രയാണ് കമ്പ്യൂട്ടറുകൾ അപ്ഡേഷൻ എന്ന് അറിയാം? നമുക്ക് എഴുതി വെച്ചോളൂ കേട്ടോ. 10,000 മടങ്ങ്. ഒരു വർഷം 1000, ഒരു ദിവസം 3. അതുകൊണ്ടാണ് CD പ്ലെയർ ഇനി വരുന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ചടപടാന്നായിരിക്കും. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ആ രീതിയിലേക്കാണ് വരിക. കാരണം ഈ അപ്ഡേഷൻ ഇത്രയും കൂടിയപ്പോ അതിന്റെ ഗുണമുണ്ട് കേട്ടോ. കാരണം പണ്ടൊക്കെ ഒരു പണക്കാരനാവണമെങ്കിൽ ഒരു 15 കൊല്ലം 20 കൊല്ലം വേണം. 1 കോടി രൂപയൊക്കെ സമ്പാദിച്ചവൻ എത്തണമെങ്കിൽ 3 കൊല്ലം. ഞാൻ കണ്ടുപിടിച്ച വിദ്യയിലൂടെ നിങ്ങൾ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് നിങ്ങൾ ഒരു കോടിപതിയാണ്.
അത് നിങ്ങളെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് വിടുള്ളൂ. എല്ലാവരും വളരെ എങ്ങനെ ക്ലാസ് ഒക്കെ എങ്ങനെ എല്ലാവർക്കും ഹാപ്പി? എന്നാ ടൈപ്പ് ചെയ്തേ നോക്കട്ടെ, ഉറങ്ങിപ്പോയോന്ന്. കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാ? യെസ് ടൈപ്പ് ചെയ്യാം എല്ലാവരും. ഹാപ്പി ആണെങ്കിൽ ഹാപ്പി, ഹാപ്പി അല്ലെങ്കിൽ നോ അടി. പോരട്ടെ, നിങ്ങളെ റെസ്പോൺസ് ആണ് നമ്മളുടെ എനർജി. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളെ ശരിക്കും ഹാപ്പി ആക്കും. കൂടാതെ ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നവർക്ക് ഒരു ഓഫർ ഞാൻ പറയാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഒരു 99 റുപ്പീസ് അടച്ചിട്ടാണ് ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടികൾ തിരിച്ചു കൊടുക്കണം എന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് 2000 രൂപയാണ് എന്നെ ആയിട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ചാർജ് ചെയ്യാറ്. ഈ ക്ലാസ്സിൽ അവസാനം വരെ ഇരുന്ന ആളുകൾക്ക് ഞങ്ങൾ 2000 രൂപയുടെ എന്നായിട്ട് സംസാരിക്കാനുള്ള ആ ഫീസ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് അടുത്ത 1 മന്തിനകത്ത് എന്നോട് സംസാരിക്കാം. ഓക്കെ, എൻ്റെ വക ഒരു ഗിഫ്റ്റ്. നിങ്ങൾക്ക് ഓഫീസിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്നോട് 20 മിനിറ്റ്സോളം സംസാരിക്കാനുള്ള ഒരു അവസരം ഞാൻ തരാം. ഓക്കെ, അപ്പം എന്നായിട്ട് നേരിട്ട് സംസാരിക്കണമെങ്കിൽ മിനിമം ബുക്ക് ചെയ്തിട്ട് 2000 റുപ്പീസ് അടയ്ക്കണം. പിന്നെ ഒരു 1 ഡേ ഒക്കെ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈവൻ 3-4 hours ആണെങ്കിൽ 10,000 റുപ്പീസാണ് പേയ്മെൻറ്റ് ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നവന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നിൽ നിന്ന് നേടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റിൽ എല്ലാവരും ഹാപ്പിയാണോ? ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും നോക്കട്ടെ. ഹാപ്പി ആണെങ്കിൽ ഹാപ്പി, ഹാപ്പി അല്ലെങ്കിൽ നോ എന്ന് അടിച്ചോളൂ. അപ്പോൾ ക്ലാസ് അവസാനം വരെ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ 99 അടച്ചതിന് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു 2000 റുപ്പീസിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ തന്നിരിക്കുകയാണ്. അപ്പം അത് ഉപയോഗിക്കേണ്ടവർക്ക് അത് അതിൻ്റെ പ്രാധാന്യത്തിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പല ചേഞ്ചസും, അത് ബിരിയാണി മാത്രമല്ല ഈവൻ മറ്റു ബിസിനസ്സുകളെ കുറിച്ചിട്ടും ഞാൻ സംസാരിക്കാറുണ്ട്. ഈ ഇരുന്ന ആളുകൾക്കൊക്കെ ലാസ്റ്റ് വരെ ഇരുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. റെഡി? ശരി. അപ്പോൾ ബിരിയാണിയിലേക്ക് നമുക്ക് തിരിച്ചൊന്ന് പോവാം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ നാട്ടിൽ ബിരിയാണി വെച്ചിട്ട് നമുക്ക് എത്ര രൂപ ശമ്പളം നേടാം? ഞാൻ നമ്മളെ നാട്ടിൽ എത്ര രൂപ നേടിയിട്ടുണ്ടാവും? ആദ്യം ബിരിയാണി വെപ്പിന് പോയി വെപ്പ് പഠിപ്പിച്ച് പിന്നെ 2-3 കടകളിലൊക്കെ ഞാൻ വെപ്പ് പഠിപ്പിക്കുന്ന ആളായി മാറി. പിന്നെ ഞാൻ കടയിൽ പോയില്ലെങ്കിൽ എനിക്ക് ഇൻകം വരാവുന്ന രീതിയിലേക്ക് ഞാനിതിനെ എത്തിച്ചു. ആ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. അതൊക്കെ നിങ്ങളെ ഇവിടെ കോഴ്സ് പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ എനിക്ക് നമ്മളെ നാട്ടിൽ പെർ ഡേ എത്ര രൂപ ഉണ്ടാവും? ഗസ്സിങ് 6000 മുതൽ 15000 രൂപ വരെ എനിക്ക് ഒരു ദിവസം കിട്ടൽ തുടങ്ങി. ഒരു ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു 3 ലക്ഷം രൂപയൊക്കെ നമ്മളെ മാസം ഉണ്ടാക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മാർക്കറ്റാണ്. ഹഗ് നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല, അത്രയും ദ ബെസ്റ്റ് മാർക്കറ്റാണ്. നല്ല സ്കില്ലുള്ള ആളുകൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെയാണ് നമ്മളെ ചാൻസ്. പ്രത്യേകിച്ച് ഭക്ഷണ മേഖലയിൽ ഭക്ഷണം നന്നായ എവിടുന്ന ആള് വരും. അതാണ് അതിന്റെ സത്യം. പിന്നെ പേരെടുത്ത പറയണ്ട, ലൈഫ് ടൈം മരുന്ന. ഇതൊക്കെ ഞാൻ അനുഭവസ്ഥനാണ്. അതെ. അപ്പൊ ഈ പറഞ്ഞ ബിരിയാണി കൊണ്ട് എന്നാൽ നേരം മറിച്ച് എൻ്റെ കൂടെ ഒക്കെ പണ്ട് പണിയെടുത്ത പൊറോട്ടക്കാരനും ചൈനീസുകാരനും എണ്ണക്കടിക്കാരനും ഒക്കെ അവിടെ നിൽക്കുകയാണ് 1000, 1200, 1500. സുഹൃത്തുക്കളെ, ഒരു 1500 രൂപ ഡെയിലി കിട്ടിയാലേ 30 ദിവസം പണിക്ക് പോയെങ്കിൽ, കൂലിപ്പണിക്ക് പോണെങ്കിൽ, ഞാൻ സാധാരണക്കാരെ കുറിച്ച് പറയുന്നത് കേട്ടാ, അവൻ 20-22 ദിവസം പണിക്ക് പോകുള്ളൂ. ബാക്കിയുള്ളത് 4 ദിവസം മുടക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അല്ലെങ്കിൽ മൂടില്ലാത്ത ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു 22 ദിവസം അവൻ പണിക്ക് പോയാൽ ഒരു 35,000 രൂപയാണ് മാക്സിമം അവനുണ്ടാക്കാൻ പറ്റുക, റൗണ്ട് ചെയ്തിട്ട്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്?
ഈ 35,000 രൂപ കിട്ടുന്നവന്റെ ചെലവ് എങ്ങനെ ഉണ്ടാവും? ഒരു 20,000 രൂപയെങ്കിലും അങ്ങ് ചെലവായി പോകും. ബാക്കി എന്തുണ്ടാവും? ഒരു 15,000 രൂപ ഉണ്ടാവും. 2-3 ലോണും കൂടി എടുത്ത ആളാണെങ്കിൽ പിന്നെ പറയും വേണ്ട, പിന്നെ അവനെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അതാണ് സത്യം. ലോണും കൂടെ ഉള്ളവരാണെങ്കിൽ കഴിഞ്ഞു കഥ. 15,000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കളെ എത്ര കാലം കൊണ്ടാണ് നിങ്ങൾക്ക് ആ പൈസ കൂട്ടി വെച്ച് 10 കൊല്ലം, ഒരു 25-30 വയസ്സാവും നല്ലൊരു സ്കില്ലായി വരാൻ തന്നെ. 10 കൊല്ലം നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങളതിൽ എത്ര രൂപ ഉണ്ടാവും? 15 ലക്ഷം രൂപ ഉണ്ടാവും. അത് ശരിക്കും പണിക്ക് പോയെങ്കിൽ, അതും നമ്മളൊരു വർഷത്തിൽ 2 മാസം പണിക്ക് പോകില്ല ആളുകൾ. കാരണം 2 മാസം എന്ന് പറഞ്ഞാൽ 60 ദിവസം ഉണ്ടാവില്ല. കാരണം ഓണം, വിഷു, പെരുന്നാള്, ക്രിസ്മസ്, പല ജയന്തികളൊക്കെ കൂടിയിട്ട് അത്രയും ദിവസം നമ്മുടെ പോക്കാം. വർക്കിംഗ് ഹവേഴ്സ് ഇല്ല. അപ്പോ ഇത്രയും സമയം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് നമുക്കൊരു 10 മാസത്തെ പൈസ കൂട്ടിയ വർഷത്തേക്ക് 1.5 ലക്ഷം കൂട്ടിയൊക്കെ ഉണ്ടാവും. ലോൺ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല കേട്ടാ. പിന്നെ അയാൾ പൈസ ഉണ്ടാക്കിയിട്ട് 10 കൊല്ലം കൊണ്ട് 15 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴേക്കും കാലഘട്ടത്തിന്റെ മറ്റു പലതും മാറും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു മാന്യമായ വീടും അതിനകത്തേക്കുള്ള സാധനങ്ങളും ഒരു മാന്യമായൊരു കാറും പറ്റുമോ? ഇത് സാധാരണക്കാരന് ഇനി ഒരിക്കലും സമ്പന്നനാകാൻ പറ്റില്ല. അതാണ് സത്യം. അതാണ് സിസ്റ്റം. ആ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയില്ല. നമ്മളെ ആളുകൾക്ക് എത്ര വിവരമില്ല എന്നുള്ളത്, ആ വിവരക്കേട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളെ വിവരക്കേട് എത്രയെന്ന്. അതാണ് നമ്മളെ പ്രശ്നം. മനസ്സിലായ? എഴുതി വെച്ചോളൂ കേട്ടോ. അതൊക്കെ ആവശ്യം വരും. ചിലർ ചിരിക്കണൊക്കെ ഉണ്ട്. ഓട്ടോറിക്ഷയുടെ പിന്നിൽ എഴുതാന്നാ. അങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ചിന്തയൊക്കെ ഞാൻ പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടാ. ശരി, നമ്മളെ ടോപ്പിക്സിലേക്ക് വരാം. റെഡി? അപ്പോ നമ്മള് സത്യത്തില് നല്ല രീതിയിൽ സമ്പാദിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നേറാനോ നമുക്ക് ആരും ഇവിടെ പഠിപ്പിക്കണില്ല. സാമ്പത്തികമായി മുന്നേറണമെങ്കിൽ അതിന് നമുക്കൊരു കോച്ച് വേണം. നല്ല വലിയ ഫുട്ബോൾ താരങ്ങൾ, വലിയ ആളുകൾ, ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 1, 2, 3, 4 ഒക്കെ പേര് ഇവര് പൈസ കൊടുത്തിട്ട് ഇവരെ തല്ലാൻ ആളെ ഏൽപ്പിച്ചിരിക്കുക. ഇവരെ തന്നെ ഇടിച്ച് ഓടിപ്പിക്കാൻ ഗ്രൗണ്ടിൽ. എന്തുകൊണ്ടാ? അങ്ങനെ ഒരു മെന്ററോ കോച്ചോ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് വലിയ റെക്കോർഡുകൾ സ്ഥാപിക്കാൻ സാധിക്കുക. നമ്മളെ ചെറുപ്പകാലത്ത് നമ്മളെ മദ്രസ, സ്കൂള്, അങ്ങനെ അതൊക്കെ നമ്മളെ മാതാപിതാക്കൾ, ഇവരൊക്കെയായിരുന്നു നമ്മളെ ആദ്യത്തെ കോച്ചും മെന്റർമാരും. അതിനുശേഷം നമുക്ക് എത്ര പേരുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്യൂ നിങ്ങൾ എല്ലാവരും. കോച്ച് ഉള്ളവര് സി എന്നും ഇല്ലാത്തവര് നോ എന്നും ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇതിലുള്ള 90% ആളുകൾക്കും കോച്ചസ് ഇല്ല, മെന്റർമാരില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ നന്നാവുക, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുക? സാധിക്കില്ല. കാരണം നമുക്കൊരു വഴികാട്ടി വേണം. എല്ലാത്തിനും അതിൻ്റെതായ പരിശീലനം വേണം, പരിശീലകർ വേണം. ഇത് എത്ര നാൾ വേണം? നിങ്ങൾ എന്നാണോ ഈ ബിസിനസ് പരിപാടി നിർത്തുന്നത് അതുവരെയും പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം കമ്പ്യൂട്ടർ എല്ലാ ദിവസവും 3 അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുക, സോഫ്റ്റ്വെയർ മേഖലയിലും അതിൻ്റെ ഹാർഡ്വെയർ മേഖലയിലും. അപ്പൊ നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മളെ ക്ലാസ്സിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓൺലൈൻ വീഡിയോ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം. ഇത് റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നവർ, റിയലിസ്റ്റിക് ആയിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ഓൺലൈന് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ലൈവായിട്ട് പഠിക്കുമ്പോൾ ഒരു ലിസ്റ്റ് തന്നാൽ വലിയൊരു കിച്ചൺ, അതുപോലെ ഓൾ ഇന്ത്യയിൽ എവിടെ പോയാലും അവർക്ക് എല്ലാ ഭാഗവും ഹാൻഡിൽ ചെയ്യാം. അതാണ് നേരിട്ടിട്ടുള്ള ക്ലാസ്സുകളുടെ ഏറ്റവും വലിയ ഗുണം. പിന്നെ ഓൺലൈനിൽ ഞങ്ങളെ ക്ലാസ്സിൽ ഒരു 3ാമത്തെ പാക്കേജ് മുതൽ നേരിട്ടിട്ടും ഓരോ സെക്ഷൻസ് അതിൽ പറയുന്നുണ്ട്. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ബോർഡിലും എഴുതി കാണിക്കാം. അപ്പോൾ ഈ കോഴ്സുകൾ റിയലിസ്റ്റിക് ആണ്. ഒരു കിച്ചണിൽ എന്താ സംഭവിക്കുക? ഒരു ഗ്യാസിന്റെ പൈപ്പ് പൊട്ടി എന്ത് ചെയ്യും?
പെട്ടെന്ന് ഗ്യാസ് തീർന്ന് എന്ത് ചെയ്യും, അരി വേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പറ്റി എന്ത് ചെയ്യും, ഇതൊക്കെ നമ്മൾ ശരിക്കും അനുഭവത്തിൽ പഠിക്കണം. അല്ലാതെ എന്ത് ചെയ്യില്ല, ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. യൂട്യൂബിൽ നോക്കിയിട്ട് നമുക്ക് ബിരിയാണി വെക്കാൻ പറ്റുമോ? പേജ് മറിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിടാൻ മറക്കില്ല. എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നവർ പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഞാൻ യൂട്യൂബിൽ നോക്കി ബിരിയാണി വെച്ചിട്ട് ലാസ്റ്റ് ഉപ്പിട്ടിട്ടില്ല, നോക്കിയപ്പോ ആ വെച്ച ആൾ ഉപ്പിട്ടിട്ടില്ല. എന്താ നിങ്ങൾക്ക് തോന്നണേ? അങ്ങനെയാണ് അത്. ഓക്കെ, അപ്പൊ നമ്മൾ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പോ അതിനൊക്കെ ഒരു പരിധികളുണ്ട്. നിങ്ങളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് യൂട്യൂബിൽ നോക്കി പഠിച്ച ഡോക്ടർക്ക് നിങ്ങൾ കിടന്നു കൊടുക്കുമോ? അറിഞ്ഞുകൊണ്ട് അവസാനമായിരിക്കും അല്ലേ? അത് അതിന്റെ റിയാലിറ്റി അതാണ്. അപ്പോൾ ഈ റിയലിസ്റ്റിക് ട്രെയിനിങ് ഇവിടെ എവിടെയും അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പോൾ റിയലിസ്റ്റിക് ട്രെയിനിങ് രാവിലെ 6 മണി, 6:30, 5:30 ഈ സമയത്തൊക്കെ എണീറ്റ് എങ്ങനെയാണ് ഒരു കിച്ചണിൽ തുടങ്ങേണ്ടത് അതേപോലെയാണ് കറികൾ വെക്കുക. അങ്ങനെ ബിരിയാണി, പിന്നെ മന്തി, പിന്നെ ചോറ്, പിന്നെ ചൈനീസ് വിഭവങ്ങൾ, പിന്നെ അൽഫഹാം, പിന്നെ ബംഗാളി സ്വീറ്റ്സ്, ബേക്കറി 10-200 ഐറ്റംസിന്റെ എണ്ണക്കടികൾ, ഇങ്ങനെയാണ് നമ്മളുടെ ഈ ക്ലാസ് അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഒരാൾക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇതെങ്ങനെ ഇതിന്റെ വർക്ക് നടക്കുന്നത്, ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണം, ഏത് അരി വെള്ളത്തിട്ടിട്ട് എവിടുന്ന് തുടങ്ങണം, എപ്പോൾ ചിക്കൻ കഴുകണം, എപ്പോഴാണ് ഇതൊക്കെ പാചകം ചെയ്യേണ്ടത്, വെച്ചിട്ട് എപ്പോൾ ഇത് കഴിയും, അതുപോലെ ഇതിന്റെ ചൂട് കാര്യങ്ങൾ, ടെമ്പറേച്ചർ, അങ്ങനെ അതിന്റെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള, ശരിക്കും ഒരാള് ഒരു കിച്ചണില് ചുരുങ്ങിയത് എൻ്റെ അടുത്ത് 20 ദിവസം പഠിച്ച ആളുകൾ ഏകദേശം അയാളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 വർഷം കിച്ചണിൽ പെരുമാറിയ ആളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണോ ആ എക്സ്പീരിയൻസ് അയാൾക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ് എൻ്റെ ഗ്യാരണ്ടി. അതാണ് ഞങ്ങൾ റിസർച്ച്. രണ്ടാമത്, ഈ പ്രൊഡക്റ്റുകൾക്കോ ഐഡിയയ്ക്കോ അല്ല ഇവിടെ ക്ഷാമം. പിന്നെ എന്താ നമ്മുടെ നാട്ടിൽ ക്ഷാമം? പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാനാണ്. ഇന്ന് എത്രയോ കടകൾ തുടങ്ങിയിട്ട് പരാജയപ്പെട്ടിട്ട് അടച്ചു പോകുന്നത്. എന്തായിരിക്കും കാരണം? അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ അപ്ഡേറ്റഡ് അല്ല. അപ്പൊ കച്ചവടം കുറവാണ്, അയ്യോ കച്ചവടം കുറവാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവര് ജന്മത്തിൽ രക്ഷപ്പെടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ രക്ഷപ്പെടാൻ പോണില്ല. എന്തുകൊണ്ടാ? കാരണം അവർ അപ്ഡേറ്റഡ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കൊഡാക്ക് കമ്പനി, നോക്കിയ ഫോണിന് എന്ത് സംഭവിച്ചേ? ആൻഡ്രോയിഡ് കമ്പനി വന്നിട്ട് ഇവരോട് സമീപിച്ചവർ പറഞ്ഞേ അതൊക്കെ വില കൂട്ടി വെക്കേണ്ടി വരും, അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇത് മതി. നോക്കിയ കമ്പനി എവിടെ പോയി? ഇവരൊക്കെ കോടിക്കണക്കിന് ആസ്തിയുള്ളവരാണ് താഴെ പോണത്. അപ്പൊ നമ്മളെ കാര്യം എങ്ങനെ ഉണ്ടാവും? നമ്മൾ ഡെവലപ്മെന്റേ ചെയ്യണില്ല, പിന്നെ എങ്ങനെ അപ്ഡേറ്റ് ആവുക? അപ്ഡേറ്റ് ആവില്ല. അതാണ് നമ്മളെ പ്രത്യേകിച്ച് ജനറൽ ആയിട്ടൊരു ടോക്കാണ്. മലയാളികൾ എപ്പോഴും മറ്റുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കും. ഒരു മലയാളിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ജനിക്കുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ആലോചിക്കുന്നു, മരിക്കുന്നു. അങ്ങനെയാണ് ഒരു മലയാളിയുടെ. എത്രയോ രസകരാണ് ആ ഒരു ചിന്ത. എങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട്? അങ്ങനെയാണ് ചിന്ത വെച്ചിട്ടുള്ളത്. കാരണം അവൻ ജനിക്കുന്നു, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട്, അവൻ മരിക്കുന്നു. അപ്പോൾ ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? കാരണം നമ്മൾ പൂമ്പാറ്റ കൂട്ടിൽ നിന്ന് അതിൻ്റെ ആ ഒരു ജനിക്കുന്ന സ്റ്റേജ്, അതിനെ നമ്മൾ പോയിട്ട് പിച്ച് പൊളിച്ചാൽ അത് ചത്തുപോകും. അത് അതിൻ്റെ പ്രഷർ എടുത്ത് പുറത്ത് കിടക്കണം. അപ്പോഴേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ, അത് ജീവിക്കുകയും ചെയ്യുള്ളൂ. ഇതുപോലെ നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏതാനും ദിവസങ്ങൾ മാറ്റാൻ തയ്യാറാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് പഠിച്ച് കോഴ്സ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനോ ജോലിക്ക് പോകാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളെ പുതിയൊരു പദ്ധതി കൂടി ഉണ്ട്. ആര് നമ്മളെ ഈ കയ്യിൽ പഠിച്ച് കട ഇടുകയാണെങ്കിൽ അവർക്കൊരു 5-10 കിലോ ഡെയിലി ഞങ്ങളുടെ കെയർ ഓഫിൽ ഓർഡർ ഏത് നാട്ടിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഞങ്ങൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എക്സൈറ്റഡ് ആണോ? എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു 10 കിലോ ബിരിയാണി വിൽക്കണമെങ്കിൽ 1 ലക്ഷം രൂപ അയാൾക്ക് സമ്പാദിക്കാം. അത് ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ അപ്ഡേഷൻ ആവണം, സോഷ്യൽ അസറ്റ് ഉണ്ടാവണം.
നമ്മൾ വെറും വാച്ചേഴ്സ് ആവരുത്, യൂസേഴ്സ് ആവണം. നമുക്ക് സ്ലീപ്പിംഗ് മണി ഉണ്ടാവണം, മണി ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവണം. ഇതൊക്കെ എഴുതിക്കോളൂ കേട്ടാ. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ കാര്യം പോക്കാണ്. അപ്പൊ ഇതൊക്കെ ഇവിടെ പഠിപ്പിച്ച് ഒരാളെ പുതിയൊരാളാക്കി ട്രാൻസ്ഫർമേഷൻ ചെയ്ത് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് അയക്കുള്ളൂ. മനസ്സിലായി? അല്ലാതെ ഇത് വെറുതെ ഒരു ബിരിയാണി പഠിപ്പിക്കാനുള്ള സെന്റർ അല്ല. അതുപോലെ ഇതൊക്കെ ഐഡിയയും സാധനവും പ്രൊഡക്റ്റും ഒക്കെ ഉണ്ടായാലും പെർഫെക്റ്റ് ആയിട്ട് വിൽക്കാൻ അറിയണം. ഓക്കെ. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 50 രൂപയ്ക്ക് വരെ ബിരിയാണി ഇപ്പൊ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ബിരിയാണി, ദം പീസ്, എഗ്ഗ്, അതുപോലെ തന്നെ ഈ മറ്റേ കബാബിന്റെ ഒരു ഷീക്ക് പീസ്, ഇതൊക്കെ കൂടിയിട്ട് നല്ല വയറിറച്ച് കഴിക്കാം. ഇത് 50 രൂപയ്ക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ്. നിങ്ങൾക്ക് സ്ക്രീനിൽ മോനെ അതൊന്ന് പുഷ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുത്തേ. അപ്പൊ നമ്മൾ സ്റ്റുഡിയോ 2 ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്നതില് 50 റുപ്പീസിന്റെ ബിരിയാണി വെച്ച്, ഈ 50 റുപ്പീസിന്റെ ബിരിയാണി വെച്ച് മീൻസ് പ്രൊഡക്ഷൻ കോസ്റ്റ് കംപ്ലീറ്റ് വരുന്ന രീതിയിലുള്ള സംഭവമാണ്. ഇതെല്ലാവരും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, എന്നിട്ട് വിശദമായിട്ട് എഴുതിയാൽ മതി. ഓക്കെ. ടോട്ടൽ അപ്രോക്സിമേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരാളുടെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ഗ്രാം to 550 ഗ്രാം കൊടുത്ത ഒരാൾക്ക് നല്ല രീതിയിൽ സ്റ്റൊമക്ക് ഫുൾ ആവും. ആ കണക്കിന് ഇപ്പോഴത്തെ കോഴിയുടെ വിലയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് 150 മുതൽ 200, 210 വരെയാണ് കോഴിയുടെ വില ഏകദേശം വരാറ്. അറിയാലോ, 200 രൂപ നമ്മൾ വിലക്ക് ഇട്ടു. 10 പീസ് 100 ഗ്രാം അപ്രോക്സിമേറ്റ് പീസ്. ഒരു ബോക്സ് 500 to 550 ഗ്രാം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റൈസ് കോലം റൈസ് ആണ് ഉപയോഗിക്കുന്നത്. 70 to 80 രൂപയുടെ ഉള്ളിൽ നല്ല റൈസ് ഇപ്പോഴും കിട്ടാനുണ്ട്. ബൾക്ക് എടുക്കുകയാണെങ്കിൽ പിന്നെ റേറ്റ് ഇത്തിരി കുറയും കേട്ടോ. പിന്നെ മസാല, ഇതിന്റെ തക്കാളി സവോള ഒക്കെ കൂടിയിട്ടുള്ള നമ്മളെ എല്ലാ മസാലയും കൂടി 60 രൂപ വരും. തൈര് 7 രൂപ, സാൾട്ട് 2 രൂപ, ഓയില്, ഗീ, ഗരം മസാല, ഗ്യാസ്, ക്യാരറ്റ് എല്ലാം കൂടിയിട്ട് 394 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പീസും മറ്റു മസാലയൊക്കെ ആയിട്ട് റെഡിയാവും. അതില് നമ്മളെ കബാബ് ലെഗ് പീസ്, സ്പെഷ്യൽ എഗ്, അത് 10 പീസ് നമുക്ക് 50 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വരും. എഗ്ഗ് ഒരു എഗ്ഗിനെ പകുതി ആക്കിയിട്ട്, അപ്പോൾ ഹാഫ് എഗ്ഗ്. അപ്പൊ ഈ ബിരിയാണി, ഒരു ദം പീസ്, ഈ ഒരു ലെഗ് പീസ്, ഈ ഒരു എഗ്ഗ്, പിന്നെ 50 ഗ്രാം സലാഡ്, പിക്കിൾസ്. ഇതില്ലാതെ തന്നെ ഇത് 500 ഗ്രാം പ്ലസ് വരും. ഇതും കൂടി ഇട്ട് 600 ഗ്രാം വരും. ഇതെല്ലാം കൂടിയിട്ട് പിക്കിൾസ് അടക്കം കവറിംഗ് ബോക്സ് അല്ലെങ്കിൽ നമുക്ക് 479 എന്ന് വെച്ച് കഴിഞ്ഞാൽ 47 രൂപ 90 പൈസ. അതാ ഞാൻ പറഞ്ഞത്, 50 രൂപയ്ക്ക് സാധാ പാക്കിങ്ങിലെ കൊടുക്കണമെങ്കിൽ 50 രൂപയ്ക്ക് കോസ്റ്റ് നമുക്ക് നല്ലൊരു ബോക്സിൽ ക്ലീൻ, ബെസ്റ്റ്, ഗുഡ്, വാസം ടേസ്റ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഈ 50 രൂപയ്ക്ക് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉറപ്പായിട്ടും സക്സസ് ആവും. കാരണം ഈ ബിരിയാണി ഇപ്പൊ 80 രൂപയ്ക്ക് കൊടുക്കണം എന്ന് വെക്കാം, എന്നാൽ പോലും എത്ര രൂപ കിട്ടും? ഒരു ചുരുങ്ങിയത് 50 രൂപയ്ക്ക് ഉള്ളത് നമുക്ക് 80 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. പ്രീമിയം ആട്ടോ, ഒരാൾ കഴിച്ചാൽ നിങ്ങൾ അന്വേഷിച്ചു വന്നിരിക്കും. മറ്റേത് നമ്മുടെ നാട്ടിൽ കുറെ ബിരിയാണി ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ഗ്യാരണ്ടി ഒരാളുടെ കയ്യിലും ഇല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പൊ പല ആളുകളും എന്നോട് പറയാറുണ്ട്, സാറേ ഞങ്ങൾ ബിരിയാണി വെച്ച് വരുമ്പോൾ 80-90 രൂപ കോസ്റ്റ് വരും അത്യാവശ്യം ക്വാളിറ്റിയിൽ, പിന്നെ ഒരു 30 ഗ്രാമിന്റെ 2-3 പീസൊക്കെ ആക്കിയിട്ട് കൊടുത്താലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊന്നല്ല, ഇത് ഡീസന്റ് കഴിച്ച എന്താ പറയാ ഗ്യാരണ്ടി, അതാണ് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അത് അങ്ങനെ ഒരു ടെക്നോളജിയിൽ റിസർച്ച് ഇവിടെ ഇന്ത്യയിൽ ആരും നടത്തില്ല, ഞാൻ മാത്രമേ നടത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ ഞാൻ സമ്പന്നമാക്കിയിരിക്കും. ഈ ക്ലാസ് ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാവും. കാരണം എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു 50 ലക്ഷം മുതൽ 1 കോടി രൂപ അടുത്ത 2-3 വർഷം കൊണ്ട് ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 50 രൂപയ്ക്ക് പ്രൊഡക്ഷൻ ചെയ്തിട്ട് 100 രൂപയ്ക്ക് വിൽക്കാം, അല്ലെങ്കിൽ 80 രൂപയ്ക്ക് വിൽക്കാം. നിങ്ങൾ അത് 1 കിലോ അരി 1 കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ബിരിയാണി കറക്റ്റായിട്ട് കിട്ടും. കാരണം ഒരാളെ സ്റ്റൊമക്ക് ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ഗ്രാം to 550 ഗ്രാം. അത് നിങ്ങൾക്ക് 500-550 ഗ്രാമിൽ ഒരു ബോക്സ് വെച്ചിട്ട് 10 ബിരിയാണി 1 കിലോ അരിയിൽ നിന്ന് എടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി കിട്ടാ, അല്ലാതെ ഇത് തട്ടിക്കൂട്ടല്ല. ഒരാൾ കഴിച്ചാൽ നാളെയും വരണം. അങ്ങനെയുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ എന്താവും, ഔട്ടായി പോകും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വെക്കുന്ന ടെക്നിക്ക് ഇതൊന്നും ആരെയും ഇല്ല.
പലരും ബിരിയാണിയൊക്കെ ഉണ്ടാക്കും, പക്ഷെ അത് കഴിക്കാനേ കൊള്ളില്ല. ഇനി അടുത്ത നമ്മളെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിരിയാണി വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു 10 മണി 11 മണിയാകുമ്പോൾ വെച്ചാൽ രാത്രി 12 മണി വരെ ഇത് കളിക്കില്ല. നമ്മളെ നാടൻ ശൈലിക്കാരുടെ അടുത്ത പ്രശ്നം അതാണ്. ഈ സാധനം വൈകിട്ടാകുമ്പോൾ കളിക്കും. ഒരു വഴിയില്ല അവരെ അടുത്ത്. ഇത് പ്രിസർവേറ്റീവ്സ് അല്ല കേട്ടോ, അത് വെക്കുന്നതിന്റെ ഘടനയാണ്. പഴയ അമ്മമാരും ഉമ്മമാരൊക്കെ ഈ ഫിഷ് കറിയും മറ്റുള്ള അതൊക്കെ വെറുതെ ഫ്രിഡ്ജും ഫ്രീസറും എന്നല്ലാണ്ട് തിളപ്പിച്ച് വെക്കുന്ന പോലത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ബിരിയാണിയിൽ അതുപോലത്തെ ഒരു സിസ്റ്റം ഞാൻ കൊണ്ടുവന്നു. അത് തിളപ്പിക്കല്ല, വേറെ സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതെന്ത് സിസ്റ്റം ആവണമെന്ന്. പിന്നെ അടുത്തത് എക്സ്പെൻസ് കുറയ്ക്കുക, പണിക്കാരെണ്ണം കുറയ്ക്കുക. അപ്പോൾ ഇതിൽ പല ആളുകളും ബിരിയാണി വെക്കണവരുണ്ട്. നിങ്ങൾക്ക് 1 കിലോ ബിരിയാണി വെക്കാൻ വേണ്ട, ഒരു 10 കിലോ ബിരിയാണി വെക്കുകയാണ്. 10 കിലോ ഇറച്ചിയിലേക്ക് നിങ്ങൾ എത്ര തക്കാളി ഇടും? ഒരു ഉദാഹരണത്തിന് ഒന്ന് ടൈപ്പ് ചെയ്തെല്ലാവരും. പത്ത് കിലോന്റെ കണക്കാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നു, 30 കിലോ ബിരിയാണിക്ക് 1.5 കിലോ തക്കാളി. നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1.5 കിലോ തക്കാളി 30 കിലോ ബിരിയാണി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. ഇത് ഞാൻ കണ്ടുപിടിച്ചതാണ്. എൻ്റെ ഒരു മഹത്തായ കഴിവൊന്നല്ല, നമ്മളുടെ അന്വേഷണത്തിന് പടച്ചവൻ നമുക്ക് തന്ന ഗിഫ്റ്റാണ്. അതാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ പലപ്പോഴും ഡയമണ്ട് തപ്പി പോയാൽ ചിലപ്പോൾ ഡയമണ്ട് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ ലാസ്റ്റ് നമ്മൾ ഇരിക്കുന്നതോടെ തന്നെ ഇരിക്കുന്ന കാലിന്റെ ചുവട്ടിൽ പടച്ചവൻ ചിലപ്പോൾ അത് എത്തിക്കും. എനിക്ക് അങ്ങനെ കിട്ടിയ പല അനുഗ്രഹങ്ങളും ഉണ്ട്, സത്യമായിട്ട് പറയല്ലോ. അത് അതിനോടുള്ള പേഷൻ, അത് വേണം. എനിക്ക് രക്ഷപ്പെടണം, എനിക്കിതിലൊരു അത്ഭുതം ഉണ്ടാക്കണം, എന്നെ സഹായിക്കണം എൻ്റെ നാഥ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യയിലെ നമ്പർ 1 ബിരിയാണിക്കാരനാവണം. പേര് കൊണ്ടൊന്നല്ല, രുചി കൊണ്ട്. അതിലേക്ക് എന്നെ എത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്നെ അതിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ്. സപ്പോസ് നിങ്ങളും എൻ്റെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ആ ഫീല് കിട്ടും. ഒരു രാജാവിന് ഭക്ഷണം വെക്കണം, അതിനെങ്ങനെ കൂട്ടുകൾ ഉണ്ടാക്കണം എനിക്കറിയാം. അപ്പോൾ അതങ്ങനെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു 10 കൊല്ലെങ്കിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള റെസിപ്പീസാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അവൻ രക്ഷപ്പെട്ടിരിക്കണം. ഇവിടെ പഠിച്ച ആള് പിന്നെ അവൻ ലൈഫില് മടിയനാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടാ. പക്ഷെ അല്പം മണ്ടനാണെങ്കിൽ അവനെ ഞാൻ കോടിപതിയാക്കും, അവനെ ഞാൻ വിജയിപ്പിക്കും. അവനെ കൊണ്ട് അങ്ങനെ ഒത്തിരി ഇതുള്ള കപ്പാസിറ്റി കമ്മിയുള്ള ആളുകൾ പോലും ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട്, ഈവൻ കണ്ണ് കാണാൻ പറ്റാത്ത ആൾ പോലും വന്നിട്ട് ഇവിടെ കോഴ്സ് പഠിച്ചിട്ട് സക്സസ് ആയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സിലബസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, കൊല്ലം ജില്ലയിലാണ്, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറൊക്കെ എനിക്ക് തരാൻ കഴിയും. സാറേ, ഇദ്ദേഹം ഇവിടുന്ന് കണ്ണ് പകുതി കാണുള്ളൂ, അത്രയും ബ്ലറാണ്, എങ്ങനെ? ഞാൻ പറഞ്ഞു, ഞാൻ ശരിയാക്കി വിട്ടാം, ചേച്ചി അയാളെ വിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു, പഠിച്ചു, സക്സസ് ആയി അദ്ദേഹം. അതുപോലെ എത്രയോ ഇന്റർവേർട്ട് ആയിട്ടുള്ള എത്രയോ ലേഡീസ് 5 കിലോ ബിരിയാണി വിറ്റാൽ മതി 2000 രൂപ മുതൽ 3000 രൂപ കിട്ടാൻ. കാരണം എന്താ, നമ്മളിവിടെ അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇത് അപ്സെല്ലിങ് ക്രോസ് സെല്ലിങ്? ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ മിക്കവാറും ബിരിയാണി കടകളിൽ പോയി കഴിഞ്ഞാൽ ബിരിയാണി കാണുന്നുണ്ടാവും. പക്ഷെ ബിരിയാണി 130, 120, 100, 150, അവിടെ ഒരു 300ന്റെ ബിരിയാണി ഉണ്ടാവില്ല. സത്യത്തിൽ ഉണ്ടാവണം, അപ്പോഴേ നമുക്ക് അപ്സെല്ലിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന ഒരുത്തന് അവൻ ബർത്ത്ഡേ പാർട്ടി ചെയ്യുമ്പോൾ അവൻ തല്ലിപ്പൊളി സാധനം കൊടുക്കാൻ ആഗ്രഹിക്കുമോ? ഇല്ല. അതാണ് സത്യം. അവിടെ നമുക്ക് അപ്സെല്ലിങ് ചെയ്യാനുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ബിരിയാണികൾ വേണം. ക്രോസ് സെല്ലിങ്, അതിന് നമുക്കൊരു കുനാഫ, ഒരു ഡോണറ്റ്, നല്ല ഷെയ്ക്ക്. അപ്പൊ ഇതൊക്കെ നമ്മൾ സബ്ജക്റ്റ് നമ്മൾ ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്, തിയറിക്കലും പ്രാക്ടിക്കലും. കാരണം ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനല്ല പ്രയാസം, അത് വിൽക്കാനാണ് നമുക്ക് അറിയേണ്ടത്. അത് വിൽക്കാൻ അറിയുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല, സക്സസ് ആവില്ല. അപ്പോൾ അപ്സെല്ലിങ് ക്രോസ് സെല്ലിങ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഓൺലൈൻ ക്ലാസ്സുകളിലും ഉണ്ട്. അതിനെ കുറിച്ചിട്ട് എങ്ങനെ അത് പ്രയോഗത്തിൽ വരുത്തണം, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസ് അവസാനം വരെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ജീവിതത്തിൽ മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് ഇത്ര നേരം ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് നിങ്ങൾക്ക് എന്താ തോന്നണേ? ഒന്ന് അടിച്ചേ നോക്കട്ടെ. ഞാൻ പറയണൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണ്ട, എല്ലാവരും ഉറങ്ങുകയാണോ എന്നുള്ളത്. ട്രൂ ആണെങ്കിൽ ട്രൂ നടിക്കൂ, ടീ നടിച്ചാൽ മതി. നടിക്കൂ, നോക്കട്ടെ, കാണട്ടെ.
ഈ കാര്യങ്ങൾ നമ്മളൊരാള് ഒരു അറ്റത്ത് നിന്ന് പറഞ്ഞ് മറ്റൊരാൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുകയും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് വലിയ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ ഇംഗ്ലീഷിൽ അത്ര അടിപൊളിയല്ല, എങ്കിലും അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകൾ 21 days അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ന്യൂറോ പാത്ത് വേണ്ട നമ്മളെ ബ്രെയിനിന്. നമ്മൾ സൈക്കിൾ ബാലൻസ് പോലെ, നീന്താൻ ശരീരത്തിന് ബാലൻസ് കിട്ടുന്ന പോലെ. ഒരു ഭാഷ സംസാരിക്കണമെങ്കിൽ ഗ്രാമറൊന്നും നോക്കണ്ട, ആ നാട്ടിൽ അയാളെ കൊണ്ട് ഇട്ടാൽ മതി. 2 കൊല്ലം കൊണ്ട് അയാളുടെ ബ്രെയിൻ തന്നെ അതൊക്കെയാണ് നമ്മളെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ്. ഓട്ടോമാറ്റിക് അയാളങ്ങ് സംസാരിച്ചു തുടങ്ങും. അപ്പൊ അത് ഗ്രാമറിലുള്ള എന്നല്ല, വേറെ സാധനമാണ്. അതേപോലെ 21 ദിവസം to 30 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ആ സെക്ഷന്റെ ബോർഡിൽ എഴുതിയിട്ട് തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് രക്ഷയുണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതിൽ ഞാനും ഹാപ്പിയാണ്. അപ്പോൾ നമ്മളെ ബിരിയാണിയിലേക്ക് തന്നെ വരാം. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് പല സ്ഥലങ്ങളിലും മൾട്ടിപ്പിൾ ഐറ്റംസ് പഠിപ്പിക്കാറില്ല. ഞാനിവിടെ പഠിപ്പിക്കുന്നതിൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. അപ്പൊ ആളുകൾ വിചാരിക്കും ഇതെന്താണ്. പല ആളുകളും ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് ഒന്നാ വിജയിച്ചാൽ പിന്നെ അപ്പം തുടങ്ങും ബ്രാഞ്ച്, എന്നിട്ട് അടപടലം പൊട്ടി വീട്ടിലിരിക്കും. എന്തുകൊണ്ടാ? ഒരെണ്ണത്തിൽ നിങ്ങൾ വിജയിച്ച് അതിനകത്ത് കിട്ടാവുന്നത് മുഴുവൻ കരിമ്പ് മെഷീനിൽ കയറ്റി അടിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യണം, എങ്കിലേ രക്ഷയുള്ളൂ. നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളെ ഞാൻ കരിമ്പ് മെഷീനിൽ കയറ്റുന്ന പോലെ പഠിപ്പിക്കും. എൻട്രി കിച്ചൻ അങ്ങനെ പഠിപ്പിക്കുക. പക്ഷെ ആ 20 ദിവസം നിങ്ങളെ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. നിങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ടല്ലോ, അതിൽ 1000-ഓളം വീഡിയോസ് ഉണ്ട് ഇപ്പോൾ. ഒരുപാട് ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കുറച്ചാളുകൾ വീഡിയോ ഇടണ്ട, ഞങ്ങളെ മുഖം കാണിക്കണ്ടെന്ന് പറയുന്നവരുണ്ട്. അവരൊക്കെ ഇനിയും ബാക്ക്വേർഡ് ആയിരിക്കും. കാരണം ഇന്ന് ഒരു സോഷ്യൽ അസറ്റില് ഒരു ഇതില് പ്രസന്റ് ആവാൻ മടിക്കുന്നവര് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് ഇനി മുസ്ലിം സ്ത്രീകൾക്ക് മുഖം മറക്കണമെങ്കിൽ മുഖം മറച്ചിട്ട് തന്നെ എത്രയോ ആളുകൾ ബ്ലോഗിങ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്, സാമ്പത്തികം കിട്ടുന്നത്. ഇതും ഒരു ആയുധമാണ്. കൈക്കോട്ട് കണ്ടു കഴിഞ്ഞാൽ പൈസ കിട്ടില്ലല്ലോ, കൈക്കോട്ടോട് ഉപയോഗിക്കാൻ പറ്റണം. കൈക്കോട്ട് ഷെൽഫിൽ ഇരുന്നാൽ വല്ല ഉപയോഗം ഉണ്ടാകും. അത് വെച്ച് പണിയെടുത്താലാണ് പൈസ വരിക. ഒരു കൈക്കോട്ട് എത്ര ഉപയോഗിക്കാം. ഇരുമ്പിന്റെ കൈക്കോട്ടാണെങ്കിൽ എപ്പോഴെങ്കിലും അത് തകരില്ല. ഇതേപോലെയാണ് സ്കില്ല്, എത്ര ഉപയോഗിക്കാം. നല്ല മൾട്ടിപ്പിൾ സ്കില്ലുണ്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് രക്ഷപ്പെടാം. അപ്പോൾ ബിസിനസ്സിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ നമുക്കറിയണം. ഞാൻ ബിരിയാണിയിലാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ബിരിയാണീനെ 10-20 വിഭാഗമാക്കിയിട്ട് വിൽക്കുക, ബിരിയാണി മെയിൻ. പിന്നെ അതിനെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല, ഒരു ടൈം ഗ്യാപ്പ്. അതിൽ കുറച്ച് ലഡു, അങ്ങനത്തെ പല പല സ്വീറ്റ്സ്, കുനാഫ, അതൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്സെല്ല് ചെയ്യുക, ക്രോസ് സെല്ല് ചെയ്യുക. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ 5 കിലോ ബിരിയാണി ഇട്ടാൽ മതി നിങ്ങൾക്ക്. 5 കിലോ ബിരിയാണി, ലൈഫ് സക്സസ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ പലരും പറയും, അയ്യോ ഞാൻ ഭയങ്കര ബിസിയാണ്, ടൈമില്ല. ഈ പ്രയോറിറ്റിയാണ് ടൈം. നമ്മൾ വിചാരിക്കും അതിന് എനിക്ക് പോകാൻ ടൈമില്ല. അപ്പോൾ നമ്മളൊക്കെ പ്രായം ഒരു 10, 30, 40 ഒക്കെ ആയ ആളുകളാണ്. ഈ ചെറുപ്പത്തിൽ കാമുകന്മാര്, പ്രേമം ഇതൊക്കെ വരുമ്പോ ഈ പയ്യന്, ഈ പെൺകുട്ടിയുടെ സകല ഡീറ്റെയിൽസും അറിയാം. അവളെവിടെ പോണു, എപ്പോ വരണു, എപ്പോ ഉറങ്ങണു, ഇതൊക്കെ എങ്ങനെ അറിയണത്? അവൻ വാച്ച് ചെയ്യും. ഇന്നിപ്പോ പിന്നെ മൊബൈൽ കാര്യമൊക്കെ ഇപ്പൊ കഥ വേറെയായി. എല്ലാ ഡീറ്റെയിൽസും ആ പ്രയോറിറ്റിയാണ്. ഇനിയിപ്പോ ടെലിഫോണൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് ആരെങ്കിലും കൗമാരത്തിൽ പ്രേമിക്കുന്നെങ്കിൽ മിണ്ടുമ്പോ നീ എന്താ കഴിച്ചേ, അത് പ്രയോറിറ്റിയാണ്, അയാളോടുള്ള പ്രയോറിറ്റിയാണ്. അയാളങ്ങ് കിട്ടണം, കിട്ടിയാ ഓക്കെ, കഴിഞ്ഞു, ആ പ്രയോറിറ്റി കഴിഞ്ഞു. ഇതല്ലേ സത്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തീരുമാനം ഇന്നെടുക്കണം. ടുഡേ. ആളുകള് ടുമാറോ ആണ്, ടുമാറോ അങ്ങനെ പോയി അങ്ങനെ അങ്ങ് പോവും വേറെ വഴിക്ക്. പിന്നെ അയാള് തിരിച്ചു വരില്ല. ടുമാറോകൾ എത്ര കഴിഞ്ഞു നമുക്ക്? ഞാൻ 18 കൊല്ലാണ് മാർഷൽ ആർട്സ്. ഞാൻ TV ആങ്കറൊക്കെ ആയിരുന്നു കേട്ടോ, കുംഫു ഒക്കെ. എൻ്റെ ചാനലിലൊക്കെ കയറിയ കാണാൻ പറ്റും. 18 കൊല്ലം ഞാൻ കാത്തിരുന്നു എനിക്ക് വലിയൊരു നല്ല കാലം വരുന്നു.
എല്ലാ ദിവസവും സൂര്യ ഉദിക്കും അസ്തമിക്കും. ലാസ്റ്റ് കണ്ണാടി നോക്കിയപ്പോൾ ഇവിടെയൊക്കെ നരച്ചിരിക്കുന്നത്. ഇതാണ് സത്യം. പിന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഒരു രക്ഷയില്ല. നമുക്ക് അതിനുള്ള സ്കില്ലില്ല, പൈസ തരില്ല. സ്കില്ലില്ലാത്തവന്റെ കയ്യിൽ പൈസ തരില്ല. ഇനി എഴുതി വെച്ചോട്ടെ എല്ലാവരും, പൈസ എന്ന് പറയുന്ന സംഗതി നിലനിർത്തണമെങ്കിൽ അത് വേറെ പഠിക്കണം. അല്ലാത്തവന്റെ കയ്യിൽ പൈസ നിൽക്കില്ല. ലോട്ടറി അടിച്ചാൽ പൈസ നിൽക്കില്ല. പെട്ടെന്ന് ഭൂമി വിറ്റു, പൈസ വന്നു, പൈസ നിൽക്കില്ല. ദാരിദ്ര്യത്തിലേക്ക് പോകും. എന്തുകൊണ്ടാ? അതാണ് അതിന്റെ കാരണം. പണം എന്ന് പറയുന്ന സാധനം വന്നാൽ അത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അത് വേറെ പഠിക്കണം, പണം നിലനിർത്താൻ. അപ്പോ നമ്മളിവിടെ പഠിപ്പിക്കുന്നതിൽ ഒരു ടോപ്പിക്ക്, ഒന്ന് ബിരിയാണി എങ്ങനെ വേഗത്തിൽ വെക്കാം, അതിലൂടെ എങ്ങനെ ബിസിനസ് സക്സസ് ആവാം. രണ്ടാമത്തെ പ്രധാന വിഭാഗം ബിരിയാണികളുടെ ഇൻസൈഡ് പ്ലസ് ഇതിനെ ഒരു വലിയ സിസ്റ്റത്തിലൂടെ കൊണ്ടുപോകാൻ ഓട്ടോമേഷൻ ചെയ്യാനുള്ള വലിയ കോഴ്സുകളുണ്ട്. 6 ലക്ഷത്തിനും 10 ലക്ഷത്തിൻ്റെ ഒക്കെ കോഴ്സ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. മാസ്റ്റർ ഓഫ് മാസ്റ്റർ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. സാധാരണ ഇത് ചെയ്ത് ബിസിനസ് ആക്കുന്ന ആളുകൾക്ക് മാക്സിമം 60 ദിവസത്തെ കോഴ്സുള്ളൂ. 90,000 രൂപ വരെ വരുന്ന കോഴ്സുകളാണ് ഉള്ളത്. നോർമലായിട്ടുള്ള ആൾക്ക് 20 ദിവസം 30 ദിവസം. അപ്പോൾ ഈ വക കാര്യങ്ങൾ കോഴ്സുകൾ പഠിച്ചാൽ അയാളുടെ ലൈഫ് ചേഞ്ച് ആയിരിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ പറ്റും. മറ്റുള്ളവർക്ക് നൽകാൻ കഴിയില്ല. കാരണം എന്താ, നമ്മൾ റിയലിസ്റ്റിക് അനുഭവങ്ങളും അതിലെ വിജയങ്ങളും. പിന്നെ ഏത് തോതിലുള്ള ആളെ വേണമെങ്കിലും ഞങ്ങൾക്ക് സക്സസ് ആക്കി കൊടുക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ റിയലിസ്റ്റിക് അനുഭവങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അയാളുടെ ലൈഫ് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ പരീക്ഷിച്ചറിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ്, ഏതൊക്കെ ഹോട്ടൽ മാനേജ്മെന്റ് ഉണ്ടോ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പലരും ഇപ്പോൾ ഷവർമേനെ കുറിച്ചിട്ടൊക്കെ നന്നായി പഠിക്കാൻ പോകാറുണ്ട്. ഈ ഷവർമ അതുപോലെ ബ്രോസ്റ്റ് ഇതൊന്നും നമുക്ക് നമ്മുടെ നാട്ടിലും അതുപോലെ ഒരുവിധ സ്ഥലങ്ങളിലും നിത്യാഹാരം എന്ന് പറയാൻ കഴിയില്ല. അതിന് സ്കോപ്പ് ഉണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഡൗൺ ആവും. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ അരിഭക്ഷണത്തിനോടാണ് ആളുകൾക്ക് പ്രിയം, എക്സ്പെഷ്യലി ബിരിയാണി. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ആ ബിരിയാണിയിൽ കിട്ടുന്ന ഒരു ബിസിനസ് അത് ഉച്ചയ്ക്ക് രാത്രിയും വെക്കാം. ഷവർമണെങ്കിൽ വൈകിട്ട് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അത് കൃത്യമായ ലൊക്കേഷൻ ആയിരിക്കണം, ഫാസ്റ്റ് മൂവിങ് ആയിരിക്കണം. അതുപോലെ തന്നെ അതായിട്ട് നമുക്കൊരു മെയിൻ ആയിട്ട് നമ്മൾ പോയാൽ പലപ്പോഴും കൊടുക്കും. അതുപോലെ തന്നെ റെസ്റ്റ് സമയമല്ല. ഷവർമ 3 മണിക്ക് കുത്തണമെങ്കിൽ രാവിലെ തന്നെ പണി തുടങ്ങണം. ബിരിയാണിക്കാരനെ സംബന്ധിച്ച് ബിരിയാണി വെച്ച് കൊടുത്താൽ പിന്നെ 1000 ആൾക്കാർക്ക് അത് വിളമ്പി കൊടുത്താൽ മതി. വിളമ്പാൻ ഒരു ടീം ഉണ്ടാവും. ഷവർമക്കാരന് അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. ഇങ്ങനെ ഓരോ തൊഴിലുകൾക്കും പൊറോട്ട പണിക്കാരന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പൊറോട്ട അടിക്കുന്ന ആൾക്ക് അവിടെ നനങ്ങാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് എന്താ പറയാ, കുറച്ച് മടിയുള്ളവർക്കൊക്കെ പറ്റിയ പണിയാണ് ബിരിയാണി പണി എന്ന് പറയും. പക്ഷെ പണി ഉണ്ട് കേട്ടോ. ഞങ്ങളെ സിസ്റ്റം പഠിക്കുകയാണെങ്കിൽ ആ പണി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം, റെസ്റ്റിന് പോവാം. റെസ്റ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ട്. കാരണം ഒരു ട്രിപ്പ് അടിച്ചാൽ ഒരു 300, 500, 1000 പേർക്കൊക്കെ വിളമ്പാം. ഇത് ചൈനീസുകാരനും പറ്റില്ല, പൊറോട്ടക്കാരനും പറ്റില്ല, ഷവർമക്കാരനും പറ്റില്ല, ജ്യൂസ് അടിക്കണവനും പറ്റില്ല, ചായക്കാരനും പറ്റില്ല. അപ്പൊ ഞാൻ ഈ മൊത്തത്തിൽ പഠിച്ചാൽ ബിരിയാണിയാണ് ദ ബെസ്റ്റ്. ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ പണമുണ്ടാക്കാനും ഇതൊക്കെ ബെസ്റ്റ് ഇതാണ്, ബിരിയാണി പണിയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്സിൽ ഒരു പോയിന്റ് നമ്മൾ വിട്ടിട്ടുണ്ട്. ഈ പണം നിലനിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അവിടെ നമ്മൾ ജസ്റ്റ് കട്ടായിട്ട് ഇങ്ങോട്ട് വന്നത്, പണം ഇല്ലാത്തപ്പോൾ പണമുണ്ടാക്കാൻ അറിയാത്തവന് പണം ഉണ്ടായാലും പണം നിലനിർത്താൻ സാധിക്കില്ല. എഴുതിയെടുത്തോ എല്ലാവരും? കിട്ടിയ ഒന്നുകൂടി ഞാൻ പറയാം. പണമില്ലാത്തപ്പോൾ പണമുണ്ടാക്കാൻ അറിയാത്തവന് പണമുണ്ടായാലും പണം നിലനിർത്താൻ കഴിയില്ല. അത് പോവാനെ വിട്ടിട്ട്. അപ്പൊ ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് കേട്ടോ ഞാൻ പറയണത്. എന്തുകൊണ്ടാ? ആ പണം വന്നാലും നിലനിർത്തണമെങ്കിൽ നമുക്ക് അതിനൊരു സ്കില്ല് വേണം. പിന്നെ അത് വർദ്ധിപ്പിക്കാൻ അതിന് വേറൊരു സ്കില്ല് വേണം. പിന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ, എൻ്റെ തലയെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, അഡോപ്ഷൻ കർവ്. ഇവിടുന്ന് കയറി ഇവിടെ ഇറങ്ങുന്ന എത്രയോ കമ്പനികൾ, ഒനിഡോ ഇലക്ട്രോണിക്സ് എവിടെ പോയി, എത്രയോ കമ്പനികൾ, എത്രയോ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ. നമ്മുടെ നാട്ടിലെ ഒരു മുടിവെട്ടുകട രക്ഷപ്പെട്ട ആ വരിയിൽ ഫുള്ള് മുടിവെട്ടുകട കൊടുന്ന് വയ്ക്കും. എന്നിട്ട് ആർക്കും കച്ചവടം ഇല്ലാണ്ടാവും. പിന്നെ റേറ്റ് കുറയ്ക്കും. മലപ്പുറം ജില്ലയിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത പറയാം. മലപ്പുറം ജില്ലയിൽ എന്ത് തരം ബിസിനസ് ചെയ്തിട്ട് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഇന്ത്യ മുഴുവൻ ബിസിനസ് ചെയ്യാൻ പാകപ്പെടും. കാരണം ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഏറ്റവും കുറഞ്ഞ ജില്ലയാണ്. ബീഫിനൊക്കെ ഇപ്പോ 2025
ഈ സമയത്ത് പോലും 2025 പോലും 2026 ഈ സമയത്തൊക്കെ 300 രൂപ വിലയുള്ളൂ ബീഫിന്. എന്താ ഇപ്പോ തിരുവനന്തപുരത്ത് ഇവിടുത്തെ 400-450 വരെ എത്തിയിട്ട് നിൽക്കണം. അപ്പോ ഇവിടെ അതുപോലെ വിൽപ്പനയും ബിരിയാണി 90-100 വള്ള നിറച്ച് കൊടുക്കണം. എന്ത് തരം ക്വാളിറ്റി ആയാലും അതൊന്നും വിഷയമല്ല, അതിനിറച്ചി കൂടെ സാധനം കൊടുക്കണം. മറ്റുള്ള ജില്ല പോലെ അല്ല മലപ്പുറം ജില്ല. ഞാൻ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ അടുത്ത ഒരു കാലത്താണ് നമ്മൾ താമസം മാറി ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നത്. ഒരു പ്രത്യേകതരം കൾച്ചറാണ്. വില കുറഞ്ഞ് സാധനങ്ങൾ കിട്ടും. അപ്പൊ വില കുറച്ച് വിൽക്കണമെങ്കിൽ നമ്മൾ മത്സരിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളത് പഠിക്കണം. അല്ലാത്തവന് ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല. നല്ല പച്ചത്തെറിയാണ് കേൾക്കുക. നല്ല പ്രൊഡക്റ്റ് കൊടുത്തോ, വില കൂട്ടിയ സ്വഭാവം മാറും. അങ്ങനെ അൾട്രാ പ്രീമിയം ആണ് നിങ്ങൾ ഉദ്ദേശം വെക്കണെച്ചാൽ അതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ഉണ്ടാക്കുക. അൾട്രാ പ്രീമിയം ഉള്ള സ്ഥലത്ത് പാർക്കിംഗ് കൊടുത്ത് കൊണ്ടുവച്ചാൽ അതിൻ്റെതായ കുറച്ച് ആൾ വരും. പക്ഷെ ഇപ്പൊ അൾട്രാ പ്രീമിയം നടത്തുന്നവന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലായി. ലോഡ്ജിങ് ഇല്ലാത്തവന്റെ ഒക്കെ കാര്യം പോക്കാം. എന്തുകൊണ്ടാ? മുതലാവണില്ല. കാരണം ഒരു ഫുൾ ബിരിയാണി ആ രീതിയിൽ സർവീസ് കൊടുത്ത് വിൽക്കുമ്പോൾ, ഇപ്പൊ പൂനെയിലൊക്കെ ഞാൻ പല സ്ഥലത്തും പോയപ്പോ ഹാഫ് ബിരിയാണി 200 ഉറുപ്പ്യ ഉണ്ട്, ഫുള്ളിന് 300-400. നമ്മളെ നാട്ടിലോ? നമ്മുടെ നാട്ടിൽ ഒരു 150, 60, 130 ഇതിലൊക്കെ എടുത്ത് കളിക്കുകയാണ്. അവിടെ പറഞ്ഞ ഹാഫ് ബിരിയാണിക്ക് നല്ല പൈസ വേണ്ട ഒരു ഗൾഫിൽ പോണതിന്റെ പകരം ബോംബെ പിന്നെ ബാംഗ്ലൂർ സൈഡിലേക്ക് കയറിക്കോ, ഒന്നും നോക്കണ്ട, കോടിപതിയാവാ. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, കണ്ട അനുഭവം, അറിഞ്ഞ അനുഭവങ്ങൾ. അതുപോലെ ഒപ്റ്റിമൈസ് ചെയ്ത് വിൽക്കുന്നതിൽ അതിഭയങ്കരമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും സൂപ്പറാണ് അവിടെയൊക്കെ. അത്രയും സൂപ്പർ എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി ഓരോ വിഷയങ്ങളും. നമ്മളിപ്പോൾ KFC പോയാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചായ കുടിക്കുന്നുണ്ട് അല്ലേ? ഈ ചായ KFC എന്താ വിൽക്കാത്ത? കഫേ കോഫിയുടെ ഉണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ രൂപ ഒരു ചായക്ക് 90, 100, 150. സാധാരണക്കാരന് അത് അഫോർഡബിൾ അല്ല. അവിടെ ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് വന്നിരുന്ന അതിൻ്റെതായ കസ്റ്റമർ അവർക്കുണ്ട്. കുറഞ്ഞ ബിസിനസ്, ഹൈ പ്രോഫിറ്റ്, പിന്നെ ക്വാളിറ്റി ഡിപ്പെൻസ്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാനും ഇവിടെ ദം ചായ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളെടുത്ത് പഠിക്കാൻ വന്നാൽ പിന്നെ അവൻ ലൈഫിൽ എവിടെയും പോയിട്ട് തല കുനിയേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അതായിരിക്കണം എൻട്രി കിച്ചന്റെ ഗ്യാരണ്ടി. അങ്ങനെ ആവണ്ടേ? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിൽ നിന്ന് നമ്മളെ ബിരിയാണി ബിസിനസ്സിലൂടെ നമ്മൾ ഇന്ന് പോയി പറഞ്ഞതിൽ ബിരിയാണി ബിസിനസ്സിലൂടെ നമുക്ക് എങ്ങനെ സാമ്പത്തികം, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ ഞാൻ തന്നു എന്നാണ് വിചാരിക്കുന്നത്. കാരണം ബിരിയാണിയാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ളത്. അത് രാവിലെ വെച്ചാൽ രാത്രി വരെ ഇരിക്കുമ്പോൾ അത് കേടുവരാതെ ഇരിക്കാനുള്ള കെമിക്കൽസ് ഇല്ലാതെയുള്ള ടെക്നോളജി എനിക്കറിയാം. കോസ്റ്റ്, നിങ്ങളൊക്കെ 30 കിലോ ബിരിയാണി വെക്കുമ്പോൾ 6, 8, 10 കിലോ തക്കാളി ഇടുമ്പോൾ ഞാൻ 1.5 കിലോ തക്കാളിയിൽ ചെയ്യും. അതുപോലെ എല്ലാ പ്രൊഡക്ട്സും എനിക്ക് കുറച്ച് ചെയ്യാവുന്ന, എന്നാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടാ. നിങ്ങൾ കഴിച്ചാൽ പലരും പറയും എൻ്റെ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചിട്ട് ആരും കുറ്റം പറയാറില്ല എന്ന്. എങ്കിൽ നിങ്ങളെ ഹോട്ടലിൽ വിജയിച്ചു എന്നല്ല അർത്ഥം. നിങ്ങളെ ഭക്ഷണം കഴിച്ചവർ സഹിച്ചു എന്നർത്ഥം. ഭക്ഷണം നന്നായിട്ടുണ്ടെങ്കിൽ അവരൊന്നും പറയാത്ത കൗണ്ടറിൽ ഒന്ന് പറയും അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടാന്ന്. നിങ്ങൾക്ക് എത്ര ഐറ്റം ഉണ്ട് നിങ്ങളെ കടയിൽ അങ്ങനെയൊക്കെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ തുറപ്പിച്ചിട്ട് അങ്ങനെ പറഞ്ഞെങ്കിലാണ് ഹോട്ടൽ നടത്തുന്നവരോടും കാറ്ററിംഗ് നടത്തുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളുടെ സ്ഥാപനത്തിൽ വന്നാൽ റിയലിസ്റ്റിക് ട്രെയിനിങ് ആണ്. നിങ്ങൾക്ക് സക്സസ് ഗ്യാരണ്ടിയാണ് നിങ്ങളൊന്ന് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ. ഇനി നിങ്ങൾക്ക് ഹോം ബേക്കിംഗ്, ഹോം കുക്കിംഗ്, ഹോം ബിരിയാണി മേക്കിംഗ് എന്തിലേക്ക് വേണം നിങ്ങൾക്ക് തിരിയാൻ പറ്റുന്ന ഒരു സിലബസ് ആണ്. നമ്മൾ നേരത്തെ കാമുകന്മാരുടെ സമയത്തിനെ കുറിച്ച് പറഞ്ഞു. പ്രയോറിറ്റി ഈസ് ദ ടൈം. നിങ്ങൾക്കൊരു കാര്യം പ്രാധാന്യമാണെങ്കിൽ ആ പ്രയോറിറ്റിയാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക. നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഇരിക്കുന്നവരുണ്ട്, ബുക്ക് വെച്ചിരിക്കുന്നവരുണ്ട്, കിടക്കുന്നവരുണ്ട്, ചെരിഞ്ഞവരുണ്ട്, വളഞ്ഞവരുണ്ട്. ഇവരൊക്കെ ജീവിതം അതുപോലെയായി മാറും. എങ്ങനെയാണോ ഒരു ഗുരുനാഥൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം ഇല്ലെങ്കിൽ നമുക്കതൊക്കെ അനുസരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ വേണം നമുക്കത്, എനിക്ക് വിജയിക്കണം, ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, എൻ്റെ കുടുംബത്തിന്റെ മുമ്പിലും നാട്ടിലും അന്തസ്സായിട്ട് ജീവിക്കണം, ഞാൻ നല്ലൊരു സമ്പന്നനായിട്ട്, ജനിച്ചത് എൻ്റെ കുറ്റമല്ല, ഇനിയെങ്കിലും ഞാൻ നല്ല സമ്പന്നനാവണം. ഇനി സമ്പത്തുള്ളവര് ഇതിൽ പല ആളുകളും സാമ്പത്തികമായിട്ട് ഹോട്ടലൊക്കെ നടത്തി നിലവിൽ സക്സസ്, നിങ്ങളും തകരാൻ പോവാണ്. അപ്ഡേഷനിലെ നിങ്ങളും തകരും.
ഞാൻ പറഞ്ഞില്ല, എന്റെ തലേനെ ഉദാഹരണമാക്കിയിട്ട് അഡോപ്ഷൻ കർവിൽ നിങ്ങളും പെടും. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അങ്ങനെ ഇറങ്ങും. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിലെ വലിയൊരു വില്ലനാണ്. ഞങ്ങളെ ബിരിയാണി വന്ന് നിങ്ങളെ മൂടും, പലതും വന്ന് മൂടും. മൾട്ടിപ്പിൾ സ്കില്ലുള്ള ആളുകൾ വരും. നമ്മൾ പല കോടികൾ ആസ്തിയുള്ള കമ്പനിയുടെ അവസ്ഥ ഇപ്പൊ ഈ പറഞ്ഞത് ഞാൻ. പിന്നെ ഉണ്ടോ നിങ്ങളൊക്കെ എല്ലാരും ഇത് വിടുന്നു. അപ്ഡേഷൻ ഇല്ലേ അവന്റെ കാര്യം പോക്കാം. അപ്ഡേഷൻ ചെയ്യാൻ പൈസ മുടക്കന്നെ വേണം. ഇതൊന്നും വെറുതെ വന്ന് നിങ്ങളെ മേത്ത് കയറൊന്നുമില്ല. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. അതൊക്കെ ഒരു എന്താ പറയാ, കാർ ഓടിക്കാൻ ഇപ്പൊ ഉസൈൻ ബോൾട്ട് എന്ന് പറഞ്ഞ ആളില്ലേ, അദ്ദേഹത്തിന്റെ കഥ, അദ്ദേഹത്തിന് നമ്മളെ പോലെ കൈയും കാലം തന്നെയല്ലോ. അയാൾ ഓടിയിട്ട് മില്യൺ കണക്കിന് പൈസയാണ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അയാളെ 10 തലമുറയ്ക്ക് ഡെയിലി ഇങ്ങനെ കത്തിച്ച് കളഞ്ഞിട്ട് ചായ ഉണ്ടാക്കി ചോറുണ്ടാക്കി എന്താ പോലും ചെയ്യില്ല. അത്രയും പൈസയാണ് അയാളൊക്കെ സമ്പാദിച്ചത്. എങ്ങനെയാണ് നമ്മളെ പോലത്തെ കാലം തന്നെ ഉള്ളൂ. അധ്വാനം ഉണ്ട്, ഒരു വലിയ അധ്വാനമാണ്. ഒരു സെക്കൻഡിന്റെ വില എത്രയാണ് നിങ്ങൾക്കറിയോ? ഒരു സെക്കൻഡിന്റെ വില, ഒരു മാർക്കിന്റെ വില എത്രയാണ് നിങ്ങൾക്കറിയോ? നിങ്ങളൊക്കെ കണ്ട വില ഒന്ന് ടൈപ്പ് ചെയ്തേക്കാം. അപ്പോ സുഹൃത്തുക്കളെ, ഒരു ഒളിമ്പിക്സിലെ വിന്നർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡാണ്. ആകെ 3-5 സെക്കൻഡ് തൊട്ട് സകല ആൾക്കാർ ഓട്ട മത്സരത്തിൽ കടന്നു പോകും. ഒരു സെക്കൻഡ്, ചിലപ്പോ ഇങ്ങനെ അത്ര ഒരു മില്ലി, അവിടെയാണ് സക്സസ് ഉണ്ടാവുക. നമ്മളെ നാട്ടിൽ വലിയ വിപണിയാണ്. ഒരുപാട് സെയിം പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ബിരിയാണിയിൽ പുതിയ ആൾക്കാർ, അഥവാ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊക്കെ വിഴുങ്ങും, അല്ലെങ്കിൽ ഇത് അപ്ഡേറ്റഡ് അല്ലാത്തവർ വിഴുങ്ങും. പിന്നെ ഇതിലൊരു അവസരം, ആ അവസരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓരോ 4 കൊല്ലം കാത്തിരിക്കണം. ഒളിമ്പിക്സിൽ ഇറങ്ങി ഓടിയിട്ട് വീണ്ടും ഫസ്റ്റ് മെഡൽ മേടിച്ച് അവാർഡ് മേടിച്ച് നാട്ടിൽ നിന്നുള്ള കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിലേ. അപ്പൊ നമ്മള് ഒരു സെക്കൻഡിൽ നമ്മളിട്ട വില എത്ര? 1 രൂപയാണോ 100 രൂപയാണോ? അത് തന്നെയാണ് നിങ്ങളെ വില, അല്ലെങ്കിൽ നമ്മളെ വില. ഒരു മാർക്കിന്റെ വില. ഈ MBBS പഠിക്കാൻ നെറ്റും സീറ്റും സെറ്റും എന്തൊക്കെ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. ഇവരൊക്കെ അവസ്ഥ എന്താ? ഇവരൊക്കെ മണ്ടന്മാരാണോ? അല്ല, അത്യാവശ്യം നന്നായി പഠിക്കുന്ന നല്ല പഠിപ്പുള്ള വിദ്യാർത്ഥികളാണ് അവിടെ ഇരിക്കുന്നത്. റാങ്കിൽ ഇത്ര ലിസ്റ്റ് ഉണ്ട്, അതിന്റെ താഴെ 1 മാർക്കൊക്കെ കുറവുണ്ടാവുള്ളൂ. എത്ര പേരെന്നറിയ തള്ളുക. ഇത്രയും മാർക്ക് ഉണ്ടെങ്കിൽ അപ്പൊ പഠിക്കുന്ന സമയത്ത് അത്രയും ഹൈ ക്വാളിറ്റിയിൽ പഠിക്കണം. അപ്പൊ 1500 റുപ്യക്ക് പോലും മാസം ഫീസ് അടച്ചിട്ട് MBBS പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30,000 രൂപയുള്ള വർഷത്തിലേക്ക്. പക്ഷെ ആ റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരൊറ്റ സാധനം ഉണ്ടല്ലോ, അപ്പൊ അവിടെ പഠിച്ചവരൊക്കെ മണ്ടന്മാരുണ്ടാവും. എന്നിട്ട് അവർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് പിന്നെ പഠിക്കാൻ പോയി അവർ ആ സ്കില്ലിലേക്ക് വരണം. ആലോചിച്ച് നോക്കിയേ. അവരൊന്നും മണ്ടന്മാരല്ല, അറിവില്ലാത്തവരല്ല. എന്നിട്ട് അവർ ആ അഭിലാഷം, അവര് കോടിക്കണക്കിന് രൂപ ഇല്ലാത്ത കഴിഞ്ഞു കഥ അടച്ച് അവര് ആ കോഴ്സ് പഠിച്ച് അവര് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ വരുന്നതല്ല. അത്രയും പൈസ മുടക്കുന്നത് അവരെ കഴിവില്ലായ്മ കൊണ്ടല്ല, 1 മാർക്ക് കൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ഓരോ ദിവസവും എൻ്റെ അടക്കം ശ്രദ്ധിച്ചില്ലെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കില്ല. നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറ്റവും കുറവും. ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ ഇതിന്റെ നെഗറ്റീവ് കണ്ടുപിടിക്കാനാണ് കുറെ ആൾക്കാർ നോക്കുന്നുണ്ടാവുക. നിങ്ങള് മഞ്ഞ കണ്ണട വെച്ചാ എല്ലാം മഞ്ഞ കാണാം. ഇല്ല, നിങ്ങള് പോസിറ്റീവിന്റെ കണ്ണട വെച്ചാൽ എല്ലാം പോസിറ്റീവായിട്ട് കാണാം. നിങ്ങളെ മൈൻഡ് എങ്ങനെയാണോ അതിലേക്ക് എത്തും. ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കടം വീട്ടണം, അതൊരാൾക്ക് സന്തോഷമാണെന്ന് മെമ്മറിയിൽ കൊടുത്താലേ ഇയാൾ ജന്മം ഉണ്ടെങ്കിൽ കടത്തിൽ നിന്ന് വീടില്ല. എന്തുകൊണ്ടാ? കടം ഉണ്ടെങ്കിലാണ് വീട്ടാൻ പറ്റുള്ളൂ. വീട്ടിലാണ് ഇയാളെ മെമ്മറിക്ക് ഹാപ്പി ഉള്ളൂ. നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലായോ? അപ്പൊ അയാളെ മെമ്മറിയിൽ ഹാപ്പി കടം വീട്ടണം. അപ്പോ അയാൾ കടം മേടിക്കും വീട്ടും. എന്തുകൊണ്ട്? അയാളെ മെമ്മറിയിൽ കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ എന്താണ് കൊടുത്തത് അതാണ് നിങ്ങളുടെ മെമ്മറി. തിരിച്ച് ഇതൊക്കെ ഒന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ അനുഭവസ്ഥനാണ് കേട്ടോ. ഞാനൊരു 1 കോടി രൂപയെങ്കിലും സമ്പാദിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ സാമ്പത്തികമായി ഉയരണം എന്ന് ആഗ്രഹിച്ചു. വിത്തിൻ 100 ഡേയ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. എന്തുകൊണ്ടാ? അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കടത്തിനെ കുറിച്ച്, കടമേ ഞാൻ മേടിക്കില്ല. ഇനി ഞാൻ എന്ത് ബിസിനസ്സിനും കടം മേടിച്ചൊരു ബിസിനസ് ഞാൻ ചെയ്യില്ല, ലോൺ എടുത്ത് ഞാൻ ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് അതല്ലാത്ത ഐഡിയകൾ വരും.
നിങ്ങൾ എന്താ ബ്രെയിനിലേക്ക് കൊടുത്ത അതാണ് വരിക. മനസ്സിലാവുണ്ടോ നിങ്ങക്ക്? നമ്മളെ സെക്ഷൻ അടുത്ത എക്സ്പ്ലനേഷനിലേക്ക് കടക്കാൻ പോവാണ്. നിങ്ങക്ക് പിടികിട്ടുമോ? അപ്പോ എല്ലാവരും ഈ ലൈഫില് പിന്നെ പൈസനെ കുറിച്ച് പറയുമ്പോൾ പല എന്നുള്ള ഏറ്റവും വലിയ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു മീഡിയയാണ് സിനിമ. പണ്ട് സീരിയലായിരുന്നു. ഇതിലൊക്കെ എന്താ കാണിക്കുന്നത്? പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കക്ക, മോഷ്ടിക്കുക, ആവശ്യമില്ലാത്ത പെണ്ണ് കടത്തുക, കഞ്ചാവ് കടത്തുക. ഇപ്പൊ അടുത്തൊരു ഫിലിം വന്നത് സ്വർണം, രാജ്യത്തിന്റെ സ്വർണം അവൻ അടിച്ചു മാറ്റി. ലാസ്റ്റ് കുറെ കൊലപാതകങ്ങളൊക്കെ അതിന്റെ പേരിൽ നടക്കും. ആ ഒരു നാടിനെ നന്നാക്കണമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഈ സ്വർണ്ണമൊക്കെ കൊണ്ടായിട്ട് കപ്പലിലെ കയറ്റിട്ട് അതാ മുക്കി കളയും. എന്താ ഇതിനൊക്കെ പറയാ അവൻ്റെ അടുത്ത്? ഇതൊക്കെയാണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് ബ്രെയിൻ. ഇതൊക്കെ ഞാൻ കണ്ടത് ആ ആംഗിളിലാണ്. ആ സ്വർണം നശിപ്പിച്ചു. അവന്റെ കൂടെ നിന്ന എത്രയോ പണിക്കാരുണ്ടായിരുന്നു, അവർക്ക് കൊടുക്കാറൊന്നുമല്ല അവന് സന്തോഷമായിട്ട്. ചെയ്തില്ല. അത് മൊത്തം അവൻ കള്ളും കുടിച്ച് ഒരു കപ്പലിൽ പോയിട്ട് ഈ സാധനം മറ്റേ ബോംബ് വീണിട്ട് അത് അവിടെ കൂടി ആ കംപ്ലീറ്റ് സ്വർണ്ണം അവിടെ പോയി. എന്തപ്പ ഇന്ന് നമുക്ക് കിട്ടുന്ന പാഠം? പൈസ ഉണ്ടാക്കണം കംപ്ലീറ്റ് ദുഷ്ടന്മാരും കള്ളന്മാരായിട്ടാണ് ചിത്രീകരിക്കുക. എന്തുകൊണ്ടാ? അത് ചില മാഫിയ ഉണ്ട്, പണം ഉള്ള മാഫിയകൾ. ഇവര് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ തെറ്റായിട്ടുള്ള പരിപാടിയാണെന്നുള്ളത് നമ്മളെ മെമ്മറിയുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ കയറ്റി വെച്ചിരിക്കുകയാണ്. യൂസഫ് അലിക്ക് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കള് പണം കൊണ്ടൊന്നും ഞാൻ വലുതായിട്ട് നേടിയതായിട്ട് തോന്നുന്നില്ല. ആക്സിഡന്റ് ഉണ്ടായി, ഞാൻ ലോകത്തിലെ മുഴുവൻ ഡോക്ടർമാരെയും കൊണ്ടുവന്നിട്ട് ചികിത്സിച്ചു നോക്കി. നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇത് പൈസ ഉള്ളതുകൊണ്ടല്ല അവരൊക്കെ വന്നത്. നടക്കണ കാര്യമാണോ? സാമ്പത്തികം ഉണ്ടാക്കാൻ അറിയാത്തവൻ അതിന് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഗുരുക്കന്മാരിലൊക്കെ നോക്കുക. ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടലിൽ നടത്തി പരിചയമില്ലാത്ത ഒരുത്തനാണ് ഹോട്ടൽ മാനേജ്മെന്റ് ക്ലാസ് എടുക്കുന്നത്. എത്രത്തോളം അവന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും? പഠിപ്പിക്കുന്ന ആളുടെ ക്വാളിറ്റി, അനുഭവങ്ങൾ. ഇതാണ് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിൽ ഡെപ്തിൽ പോയ ആളല്ല അതിനെ കുറിച്ചിട്ട് മിക്കവാറും സ്ഥലങ്ങളിൽ പഠിപ്പിക്കണം. പിന്നെ എങ്ങനെ അയാളുടെ ക്ലാസ്സിന് ക്വാളിറ്റി ഉണ്ടാവുക? അതുപോലെ നമ്മളൊക്കെ ജോലി, നമ്മൾ ഈ എഡ്യൂക്കേഷൻ സെന്ററിന്റെ മെയിൻ ഇന്റൻഷൻ കുറെ ബിരിയാണി വെപ്പുകാരുണ്ടാക്കി വിടലല്ല. അടുത്ത 3 വർഷം കൊണ്ട് 1 കോടി രൂപയെങ്കിലും സമ്പാദിക്കുന്ന കുറച്ച് ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഇന്റേണൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. ഈ സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ള ഓണേഴ്സിന്റെയും ആഗ്രഹവും അത് തന്നെയാണ്. ഞാനും അതിലെ പാർട്ടിസിപ്പേഷനാണ്. എന്നെ അവര് ഇതിലേക്ക് ക്ഷണിച്ചു, ഞാൻ വന്നു. നല്ല രീതിയിൽ എൻ്റെ ഔട്ട്പുട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ ഉറപ്പായിട്ട് അവരെന്ത് ചെയ്യണം? വിജയിക്കണം. വെറുതെ കുറെ ലേബർമാരെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനം നമുക്ക് വേണ്ട. നമുക്ക് എന്തായാലും കുറച്ച് ആളുകളെ പഠിപ്പിക്കാനേ കഴിയുള്ളൂ. കാരണം നമ്മളിവിടെ ഒരു മാസം 50 പേരെയാണ് മാക്സിമം പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ നമുക്ക്. ഇനി വലുതാക്കാനുള്ള പദ്ധതികളുണ്ട്. ഒരു 10 കൊല്ലം പഠിപ്പിച്ച 5000 പേരെ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോഴത്തെ പഠിപ്പിച്ചാണ്. നിങ്ങൾ ഹോട്ടൽ അസോസിയേഷന്റെ കീഴിൽ മാത്രം 50,000 ഹോട്ടൽ കേരളത്തിലുണ്ട്. അതല്ലാതെ 3.5 ലക്ഷം ലൈസൻസ് ഹോട്ടൽ കേരളത്തിലുണ്ട്. അപ്പൊ പിന്നെ ഇന്ത്യ വേൾഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്ര വലിയ മാർക്കറ്റാണ് നമ്മളെ മാർക്കറ്റ്. ഒരു തീപ്പെട്ടി വിറ്റാൽ മതി ₹1 ലാഭം കിട്ടിയ 1 കോടി ജനനടുത്ത് 1 കോടി രൂപ നിങ്ങൾക്ക് കിട്ടും. ഇത് മാർക്കറ്റിലേക്ക് കൃത്യമായി എത്തിക്കുകയും വിൽക്കാൻ പഠിക്കുകയും വേണം. അതും ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഈ നേരത്തെ പറഞ്ഞ വിഭവങ്ങൾ കൂടാതെ ഓൺലൈന്, ഷൂട്ടിങ്, അതൊക്കെ 20 days പ്ലസ് ഉള്ളവർക്കാണ് കേട്ടോ. അല്ലാതെ കാരണം ഇവിടെ 6:00 തുടങ്ങിയാൽ വൈകിട്ട് 6 വരെ ഫുൾ പാക്കഡ് ആണ് ഓരോരോ സെക്ഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു, അങ്ങനെ പോയിട്ട് രാത്രി വരെ പോവുകയാണ് ചെയ്യുക. അപ്പൊ ഇനി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഏകദേശം ഇത് പഠിച്ചാലുള്ള ഗുണങ്ങൾ, ഇതൊരു സ്റ്റോറി പോലെയാണ്. ഇതിന്റെ ഇറക്കി പോയി തിരിച്ചു കയറി വന്നവർക്കൊന്നും ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇത് മൊത്തത്തിൽ പല സ്ഥലത്തുനിന്നും കഥ പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നത്. അപ്പൊ അത് മുഴുവനായിട്ടിരുന്ന് കേട്ടവർക്ക് അത് കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇനി ഈ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഈ കോഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? അത് ഞാൻ ബോർഡിൽ ഒന്ന് എഴുതി കാണിക്കാം. എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ച് അറിയാനാണ്, ലൈവ് ആയിട്ടുള്ള സെക്ഷനെ കുറിച്ച്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട 1-2 പോയിന്റ്സ് ഉണ്ട്. ഇത് ഇന്ത്യയിലെ റിയലിസ്റ്റിക് ആയിട്ട്, അഥവാ ഹോട്ടൽ മാനേജ്മെന്റ് എല്ലാം കഴിഞ്ഞാലും എപ്പോഴും ഫുഡിന്റെ ക്വാളിറ്റിയും അതുപോലെ അതിന്റെ ടേസ്റ്റും എല്ലാം ഒരേ സമയം നിലനിർത്തിക്കൊണ്ട് പാചകം ചെയ്യുന്ന രീതി.
രണ്ടാമത് നമ്മൾ ബിരിയാണിയാണ് ഇവിടെ മെയിൻ ഫോക്കസ് ആയിട്ട് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവനും അതേപോലെ ഏഷ്യയിലും ബിരിയാണി, മന്തി പോലെയുള്ള റൈസുകൾക്കുള്ള പ്രാധാന്യം, ഒരു കല്യാണമോ മറ്റെന്ത് വന്നാലും അതിന് തന്നെയാണ് പ്രാധാന്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സിനാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് 2025 ജൂണില് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫീസ് സ്ട്രക്ചർ ആണ്. അപ്പൊ ഇത് ഓരോ 3 months to 6 months ഫീസിന്റെ സ്ട്രക്ചർ മാറാറുണ്ട്. കാരണം ഇവിടെ ഏകദേശം ഇപ്പോ ഞങ്ങൾ പറയുന്ന ഫീസും മറ്റു കാര്യങ്ങളൊക്കെ കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോഴ്സ് തരുന്ന അത്ര ഫീസാണ്, അത്രയും കുറഞ്ഞൊരു ഫീസിലാണ് ഇവിടെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ റിയലിസ്റ്റിക് ട്രെയിനിങ് ആണ്. ഇവിടുന്ന് പിന്നെയും നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി വലിയൊരു ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യം വരുന്ന രീതിയിലല്ല ഇവിടുത്തെ സെറ്റിങ്സ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹോട്ടൽ നടത്തിയോ അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് നടത്തിയോ സ്വന്തമായിട്ടൊരു വീട്ടിൽ യൂണിറ്റ് തുടങ്ങിയോ അല്ലെങ്കിൽ ഇതുമായി ബിസിനസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഡെപ്തിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ട്രെയിനിങ്ങിന് വരുമ്പോൾ ബിരിയാണി എങ്ങനെ വേഗത്തിൽ വെക്കാം, ബിരിയാണി എങ്ങനെ ചെലവ് ചുരുക്കി വെക്കാം, ബിരിയാണി എങ്ങനെ നല്ല കുറഞ്ഞ ആളുകളെ കൊണ്ടുവച്ച് ആ ഒരു ഷോപ്പ് നടത്താം, ഇതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു 4 കോഴ്സുകൾ. പിന്നെ ബിരിയാണിയുടെ ഡെപ്തിലുള്ള കോഴ്സാണ് 3 months 6 months ഒക്കെ വരുന്ന കോഴ്സുകൾ. ഇങ്ങനെ 2 സെക്ഷനായിട്ടാണ് ലൈവ് ക്ലാസ്സസ് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ അടുത്ത് വന്ന് പഠിച്ച് ബിരിയാണി ബിസിനസ് ചെയ്ത് അതിലൂടെ ലൈഫ് സക്സസ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുക. അതല്ല നിങ്ങൾക്ക് ബിരിയാണിയുടെ അകത്ത് തന്നെ വലിയൊരു റിസർച്ചറും അതിനകത്ത് ഇന്നർ ഡീറ്റെയിൽ ഡെപ്തിൽ പഠിക്കണമെങ്കിൽ 3 months 6 months വരെയുള്ള ട്രെയിനിങ്ങിന് നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് കോഴ്സിലേക്ക് കിടക്കാം. ഇതിൽ ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് 3 days കോഴ്സാണ്. 3 ദിവസത്തെ. ഈ 3 ദിവസത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഒരാള് വന്നാൽ ആ വരുന്ന ആൾക്ക് ബിരിയാണിനെ കുറിച്ച് നല്ല വിവരം ഉണ്ടായിരിക്കണം. അത്യാവശ്യം വീട്ടിലും ഇതൊക്കെ ചെയ്യുന്ന നല്ല വിവരമുള്ള ആളായിരിക്കണം അയാള്. അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ 3 days. അയാൾക്ക് കുറച്ച് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഈ 3 days. അതിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 20,000 പ്ലസ് ടാക്സ്, റൂം വേണമെങ്കിൽ റൂം. ഇതാണ്. ഇതിനകത്ത് നമുക്ക് ബിരിയാണികളെ കുറിച്ചുള്ള കുറച്ച് സംശയങ്ങളൊക്കെ ദൂരീകരിക്കാം. പ്ലസ് അതിനൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി വ്യത്യസ്ത ടേസ്റ്റുകളും കഴിക്കാം. അതാണ് 3 days കോഴ്സ്. ഇതില് എൻ്റെ മെന്ററിങ് നിങ്ങൾക്ക് 15 days ഉണ്ടാവും. നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ 15 ദിവസം കൂടി നിങ്ങൾക്ക് എന്നോട് സംശയം ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സിന്റെ പീരീഡ് കഴിയും. പിന്നെ വരുന്നത് 7 days ട്രെയിനിങ് ആണ്. ഇത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഷെഫാണ് ഓൾറെഡി. അയാൾക്ക് ഒന്നും കൂടെ നമ്മളെ ബിരിയാണിയും ആ ബിരിയാണിയുടെ പല വേരിയന്റുകളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. കുറച്ച് സ്വീറ്റ്സ് പഠിക്കണം, കുറച്ച് നാടൻ ഭക്ഷണങ്ങൾ, കുറച്ച് എണ്ണക്കടികൾ, കുറച്ച് ചൈനീസിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ്. ഇത് ഈ ബിസിനസ് ഒക്കെ എന്താണ്, ഇതിലത്തെ ലാഭം നഷ്ടമൊക്കെ എങ്ങനെ വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ്സുകളാണ് ഈ 7 days വരുന്നത്. അതിന് 30,000 പ്ലസ് ടാക്സ് പ്ലസ് റൂമാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോയിന്റ് അത് നിങ്ങൾ മറക്കരുത്. പിന്നെ വരുന്നത് 21 days 3 weeks. ഇതിനകത്ത് വരുന്നത് 40,000 ആണ് ഇപ്പോഴത്തെ ഫീസ്, പ്ലസ് ടാക്സ് പ്ലസ് റൂമാണ്. അതുപോലെ ഈ 7 days 30 days എൻ്റെ മെന്ററിങ് ഉണ്ടാവും, എന്നായിട്ട് സംസാരിക്കാം. 21 days ആണെങ്കിൽ 6 months നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. 6 months. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സോട് കൂടിയിട്ട് ഞങ്ങൾ ജോലി വേണ്ടവർക്ക് ജോലി ആക്കി കൊടുക്കും, അല്ല ബിസിനസ്സിന് ഒരു പാർട്ട്ണർ വേണ്ടവർക്ക് പാർട്ട്ണർ ആക്കി കൊടുക്കും, അല്ല നിങ്ങൾക്ക് വേറെ എന്താ ഇത് ഫ്രാഞ്ചൈസി മോഡാക്കണോ എന്താ വേണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കിട്ടും. അതുപോലെ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് 30 days ആണ്. അതിന് 50,000 ആണ് വരുന്നത്, പ്ലസ് ടാക്സ് പ്ലസ് റൂം. ഈ 30 days ആണെങ്കിൽ 50,000 വരുന്നത്. ആൾ കംപ്ലീറ്റ്ലി നല്ലൊരു ഷെഫായി മാറും ചെയ്യും. ഞങ്ങൾ തന്നെ ഗ്യാരണ്ടീഡ് ആയിട്ട് അയാൾക്ക് 36,000 സാലറിയിൽ ഡയറക്റ്റ് ഇവിടുന്ന് ജോബ് ആക്കി കൊടുക്കും ചെയ്യും. 45,000 വരെ ആക്കി കൊടുക്കും.
എൻ്റെ 1 ഇയർ മെന്ററിങ് കിട്ടും. 1 ഇയർ മെന്ററിങ് കിട്ടും. 1 ഇയർ സപ്പോർട്ട്, നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് അടുത്തൊരു കാറ്റഗറിയാണ്. ഇനി 60 ഡേയ്സിന്റെ കോഴ്സാണ്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അയാള് ഒരു കംപ്ലീറ്റ് കിച്ചൺ ഹാൻഡിൽ ചെയ്യാവുന്ന മാനേജിങ് ലെവലിൽ അവരെ കപ്പാസിറ്റി കൂട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാല് കിച്ചൺ ഹാൻഡിലിങ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. സകലതും മൈൻഡിൽ നിന്ന് എടുത്ത് പറഞ്ഞു കൊടുത്ത് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ശമ്പളം ഉണ്ട്. ഒരു ചീഫ് ഷെഫ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. അതില് അയാള് ബേക്കറി മുതൽ ഈ അറ്റം ബിരിയാണി വരെ സ്വീറ്റ്സ് വരെ എല്ലാത്തിലും സകലമാന കാര്യങ്ങളും നല്ല അറിവും നന്നായി ചെയ്യാനുള്ള ഫുൾ എഫിഷ്യൻസി വന്നിട്ടുണ്ടായിരിക്കും 60 ഡേയ്സിൽ. ഈ 60 ഡേയ്സിലുള്ള ആള് നമ്മൾ ഇവിടുന്ന് തന്നെ 45,000 റുപ്പീസിന് സാലറിയിൽ നമ്മൾ ജോലി ആക്കി കൊടുക്കും. ഈ കോഴ്സിന് വരുന്നത് 90,000 പ്ലസ് ടാക്സ് ആണ്. ടാക്സ് പ്ലസ് റൂമാണ് വരുന്നത്. ഇതാണ് അതിന്റെ ഫീസ് വരുന്നത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ നമ്മൾ തന്നെ ജോലിയാക്കി കൊടുക്കും. ഗൾഫിലേക്ക് വേണമെങ്കിൽ ഗൾഫിലേക്ക്. അതിനൊന്നും നമ്മൾ അയാളേക്കൊന്നും പ്രത്യേകിച്ച് സർവീസ് ചാർജുകൾ മേടിക്കാറില്ല. ഡിപ്പെൻസ്, ഗൾഫിലൊക്കെ ആണെങ്കിൽ 50-60 പ്ലസ് സാലറി നമ്മൾ മേടിച്ചു കൊടുക്കാറുണ്ട്. ഇത് 60 ഡേയ്സ് കോഴ്സിന്റെ ഡീറ്റെയിൽ ആണ്. ഇനി 90 ഡേയ്സ്. ഇനി 90 ഡേയ്സ് കോഴ്സാണ്. ഈ 90 ഡേയ്സ് കോഴ്സിന്റെ പ്രത്യേകത, ഇത് കൂടാതെ മാസ്റ്റർ ഓഫ് ഷെഫ്, പിന്നെ ഇയാൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം വർക്ക്, കൺസൾട്ടന്റ് ആയിട്ട് വരെ അയാൾക്ക് ജോലി ചെയ്യാം. പല ഹോട്ടലുകളിലെ വർക്കൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനും ഒരു ഹോട്ടലൊക്കെ ഏറ്റെടുത്ത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അയാൾക്ക് ഒരു 1 lakh 2 lakh ഒക്കെ മിനിമം കിട്ടും. ആ രീതിയിലാണ് ഇതിൽ കിട്ടുന്ന ഫിനാൻസ്. ഈ കോഴ്സ് പഠിച്ചവർക്ക് നമ്മൾ 60,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറി ആക്കി കൊടുക്കും. പ്ലസ് നമുക്ക് ഇവിടെ വരുന്ന യൂറോപ്പ് എൻക്വയറീസ് ഒക്കെ ഉണ്ട് വിദേശത്തേക്കുള്ള. അതിലേക്കൊക്കെ നമ്മൾ ഈ 90 ഡേയ്സിന്റെ ആളുകളാണ് കയറ്റി വിടുക. ഈ 90 ഡേയ്സിന് വരുന്നത് ഫീസ് 6 lakh ആണ്. ഇവിടുന്ന് അങ്ങോട്ട് ബിരിയാണിയുടെ അകത്തുണ്ട് ഒരു ഡെപ്ത്. ഇന്ത്യയിൽ 50 തരം ബിരിയാണികളുണ്ട്. അതിനകത്ത് കുറെ ഇൻസൈഡ് സീക്രട്ടുകൾ ഉണ്ട്. മറ്റേ 4 കോഴ്സിനും അത്യാവശ്യം സീക്രട്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. അതിനകത്തൊരു ഇൻഡെപ്ത് ക്ലാസ് ഉണ്ട്. അത് 90 ഡേയ്സ് മുതലുള്ളതിനെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ അത് ചെയ്ത് പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്കും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനും നല്ലൊരു പ്രൊഫഷൻ പൈസ അതിന് ചെലവാണ്. പെർ ഡേ നമ്മളിവിടെ സ്ഥാപനം റൺ ചെയ്യുമ്പോൾ 15,000 രൂപ മുതൽ 25,000 രൂപ ഒരു ദിവസം നമുക്ക് ഈ സ്ഥാപനം ഒരു ദിവസം തുറന്നാൽ ചെലവുണ്ട്. അത്രയും ചെലവ് ആക്കിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ 30 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 90 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 3 months ആണ്. ഇനി വരുന്നത് 6 month ട്രെയിനിങ് ആണ്. എന്ന് വെച്ചാല് ഞാനിപ്പോ എന്തൊക്കെ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ വരുമാനം, മന്ത്ലി ഒരു 3 lakhs to 10 lakhs വരെ ഇൻകം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ലെവലിലേക്ക് ഉയരണം എങ്കിൽ അതുപോലെ ഫ്രാഞ്ചൈസി മോഡ് ചെയ്യണം. ഒരുപാട് റെസ്റ്റോറൻറ്റ് ചെയിൻ തുടങ്ങാൻ പോവാണ്. അവർക്കൊക്കെയാണ് ആ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽ ഡെപ്തിൽ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഡെപ്തിലായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഇതിനകത്ത് എടുക്കുന്നത്. ഇതിന് നമ്മൾ 2 year മെന്ററിങ് കൊടുക്കും. 10 lakh ആണ് ഇതിന്റെ ഫീസ്, പ്ലസ് ടാക്സ്, പ്ലസ് അതിന്റെ സ്റ്റേ ഫെസിലിറ്റി ഉണ്ടാവും. ഓക്കെ, ഇത് ഈ കോഴ്സ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോട്ടൽ 6 month വരെയുള്ള കോഴ്സുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഞങ്ങൾ ഇവിടുന്ന് ജോലിയാക്കി കൊടുക്കാറുണ്ട്. എക്സ്പെഷ്യലി 21 ഡേയ്സ് മുതലുള്ള ആളുകൾക്ക് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഉത്തരവാദിത്തത്തിൽ ജോലികൾ ഇഷ്ടംപോലെ വേക്കൻസികളുണ്ട് ആക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഡിപ്പെൻസ് അവരുടെ ഓർമ്മശക്തി, അവർ സെൽഫ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്. അവിടുന്ന് അങ്ങോട്ടൊരു 3 monthsന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ 50,000 രൂപ മുതൽ 75,000 രൂപ കിട്ടാനുള്ള വേക്കൻസികൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഹോട്ടലുകാർ ചോദിക്കാറുണ്ട്. ഞങ്ങൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് അയച്ചു തരും. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു കോഴ്സിന്റെ ഒരു ബിഗിനിങ് ലൈവ് സെക്ഷന്റെ ഡീറ്റെയിൽ. പിന്നെ ഇതൊരു നമ്മൾ വർഷക്കണക്കിന് അധ്വാനിച്ചാൽ മാത്രം കിട്ടുന്ന
അത്രയും അറിവാണ് നമ്മൾ ഈ കുറഞ്ഞ സമയത്തിൽ തരുന്നത്. അപ്പൊ നമ്മളതൊരു തപസ്യായിട്ട് കണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പ്രയോറിറ്റി, നമുക്ക് ടൈമില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവർ രക്ഷപ്പെടാത്തത് ആ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഇതിന് പ്രയോറിറ്റി കൊടുത്താൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പായിട്ടും തരാൻ കഴിയും. പിന്നെ ഇവിടെ ഒരു 3 months to 6 months വരെ ആളുകൾ ഇങ്ങനെ ബുക്കിംഗ് ചെയ്തിട്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് നിങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യാതെ സീറ്റ് കിട്ടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഒരു ബാച്ചിൽ മാക്സിമം 7 members ആണ്, 5 നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോ ബുക്കിംഗ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും വരാൻ കഴിയില്ല. അപ്പോ നിങ്ങൾ ഓഫീസിൽ നമ്പറിൽ വിളിക്കുക, എന്നിട്ട് പറയാം അങ്ങനെ ബുക്കിങ്ങിന്റെ ആവശ്യമുണ്ട്, ഇന്ന പോലെയാണെന്ന് പറഞ്ഞിട്ട് ആ ഓരോ കോഴ്സിന് ഓരോ എമൗണ്ടുകൾ അഡ്വാൻസ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ കാണല്ലേ, ലൈഫ് സക്സസ് ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ, ഒന്നും നോക്കണ്ട. കാരണം ഇത് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാതെ നിങ്ങൾ ഇനി ഇവിടുന്ന് പോവില്ല. അത്രയധികം യൂട്യൂബില് നമ്മളുടെ പഠിച്ചിറങ്ങിയ ആളുകളെ, ഇപ്പോ ഓസ്ട്രേലിയ, കാനഡ, വേൾഡിലെ എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പൊ കാര്യം മനസ്സിലാക്കിയാൽ മതി, യൂട്യൂബിൽ ഒരുപാട് 1000 വീഡിയോസ് ഉണ്ട്. ഓക്കെ, 1 year ആണ് ഈ സ്ഥാപനം ഇവിടെ ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോ ഒരു 100-300 പേര് അവരെ ലൈഫ് സക്സസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ സക്സസ് ആവാൻ വെൽക്കം. ബിരിയാണി കഴിക്കാൻ മാത്രമല്ല പറ്റുക, ബിരിയാണി ഉണ്ടാക്കുന്നത് പഠിക്കാനും പറ്റും. സമയമില്ല നമുക്ക് എന്താ കണ്ടപ്പോ സത്യം പറഞ്ഞ ഒരു അത്ഭുതമാണ് തോന്നിയത്. ഇങ്ങനെ ഒരു രീതി ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാം, പുള്ളി അത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി. 15 ദിവസം കൊണ്ട് ഇപ്പൊ പഠിച്ചെടുത്തു. ഓക്കെ, ഇത് കേരളത്തിൽ തന്നെ അവിടെ ഇല്ല ഈ അങ്ങനത്തെ ഒരു മസാല. ഞാൻ പഠിച്ചതൊക്കെ മാറ്റി വെക്കേണ്ടത്, തക്കാളി ഉള്ളിയൊന്നും ഇല്ലാണ്ട് ബിരിയാണി വെക്കുന്നത്. ബിരിയാണി വെക്കുന്ന ആ പ്രോസസ്സിംഗ് ആണ് നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. ഇതിനായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, ഇവർ കാണാത്ത പുതിയ രീതി അടിപൊളിയായിട്ട് ഇത് വെക്കുന്നു. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടത്. പല സ്ഥലങ്ങളിലും ബിരിയാണി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒരു പ്രത്യേക ടേസ്റ്റിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇൻസ്ട്രക്ടർ ആയിട്ടുള്ള ബുഹാരി സാറും പറഞ്ഞ പുള്ളി മാസ്റ്റർ, പുള്ളി വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുന്നത്, അതുകൊണ്ട് വലിയ ടെൻഷനായിട്ടൊന്നും തോന്നില്ല. ബിസിനസ് ആണോ അവൻ എന്താ ചെയ്യാനോ ഏതും ഇവിടെ വന്നിട്ട് നമുക്കൊരു വഴിത്തിരിവ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നോർമലി മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഒരു ഒന്നും ആകാതെ പോകുമെന്ന് എനിക്ക് തോന്നണില്ല. 2 ഇരട്ടി 3 ഇരട്ടി മൂല്യം കിട്ടിയിട്ടുണ്ട്. കാരണം പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് അതിന്റെ 3 ഇരട്ടി എനിക്ക് അതിന്റെ ലാഭം, അതിന്റെ എന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഒരു കാരണമായിട്ടുള്ള ഒരു കോഴ്സാണ്. നല്ല അഭിപ്രായം. ബിരിയാണി ബിസിനസ് ചെയ്യുന്നവർക്ക് പാഠങ്ങളുണ്ട്, അതിൽ ജോലി ചെയ്യുന്നവർക്കുള്ള പാഠങ്ങളുണ്ട്. എല്ലാം നല്ല വേറെപ്പെട്ട ഒരു ടേസ്റ്റ് ആയിരുന്നു ഇവിടെ. ബാക്കിയുള്ള സ്ഥലത്തും നോർമലായിട്ട് ബിരിയാണി ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ഡിഫറെന്റ് ആയിട്ട് സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത എല്ലാ സംവിധാനം സാറിന്റെ കയ്യിലുണ്ട്. അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആവശ്യക്കാർക്ക്, ഇത് ചോദിക്കുന്ന ആൾക്കാർക്ക്. ഞാനത് ചെയ്ത ഒരാളാണ്, അതുകൊണ്ടാണ് എനിക്കത് പറയാൻ കഴിയുന്നത്. അതായത് 100% ഞാൻ ഇവിടുന്ന് 20 ദിവസം എന്നുണ്ടെങ്കിൽ ആ 20 ദിവസത്തിനുള്ളിൽ ഞാൻ 100% മനസ്സിൽ അത്രയും ബൈഹാർട്ടായിട്ടാണ് ഞാൻ പഠിച്ച് ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ച് അത് മുഴുവനായതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോകുന്നത്. സോഷ്യലായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് വളരെയധികം നല്ല ലാഭത്തിലാണ് ചെയ്യാൻ. കാരണം ഗ്യാസ്, പിന്നെ പുറത്ത് മറ്റുള്ള സാധനങ്ങൾ, ഇപ്പോൾ അരിക്ക് ഇപ്പോൾ നോർമലി വില, പക്ഷേ മറ്റുള്ള പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ലാഭം ആ കാര്യത്തിലുണ്ട്. സമയലാഭമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ജോലിക്കാർ വെക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ വളരെ ലാഭമാണ്. സമയം വളരെ കുറഞ്ഞ സമയങ്ങൾ ചെയ്യാനുണ്ട്. ആ ജോലിക്കാരൻ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനും ഇതിൽ കഴിയും. കാരണം നമുക്ക് 2 മണിക്കൂർ കൊണ്ട് ബിരിയാണി വെക്കാം. പഠിപ്പിക്കുന്ന എല്ലാം നമുക്കൊരു കണക്ക് അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ ഓട്ടം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തോന്നുന്ന രീതിക്ക് എടുത്ത് വലിച്ചു വരിയിട്ട് നമുക്കൊരു കണക്കുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലാം വെയിറ്റ് നോക്കി ഇത്ര വെള്ളത്തിന് ഇത്ര ഉപ്പ് അത് ഇതൊക്കെ എല്ലാം കറക്റ്റ്. അതാകുമ്പോൾ നമുക്ക് ഒന്നും മിസ്റ്റേക്ക് ഉണ്ടാകത്തില്ല. പറയുന്നത് നമ്മളൊരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതിനെങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണം,
അങ്ങനെ ഒരുപാട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന അതിന് കോസ്റ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല ക്ലാസ്സുകളും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഫീസ് ഒരു പ്രശ്നമല്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഫീസ് ആണെങ്കിൽ പോലും ആൾക്കാർ വരാനാണ് ചാൻസ്. വന്നു കഴിഞ്ഞാൽ അവർ പേടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന ഒരു ദിവസം 1000 ദിവസം തന്നെ അതിൻ്റെ ഇത് മാറിക്കോളും. 7ാമത്തെ ദിവസം തന്നെ ഞാൻ 3 തരം ബിരിയാണി ഉണ്ടാക്കി. ആ ബിരിയാണി ഇവിടുത്തെ കസ്റ്റമറിന് കൊടുത്ത് ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ബിരിയാണി മോശമായിരുന്നെങ്കിൽ കസ്റ്റമർ വരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുകയും ആ ബിരിയാണി കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള ബുഹാരി സാറിന്റെ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല ഓഫേഴ്സ് ഇവിടെ തന്നെ വന്നിട്ടുണ്ട് പല സ്ഥലത്തും. പല സാറ് പറഞ്ഞ മാതിരി ഇപ്പം നമ്മൾ വീഡിയോ പറയുന്നുണ്ടല്ലോ, ഇവിടെ നിന്ന് ജോലി നിങ്ങൾക്ക് ഇത്ര ശമ്പളം, അതൊക്കെ സത്യം തന്നെയാണ്. കാരണം നമ്മൾ അനുഭവിച്ച കേസാണ്. വളരെ ഈസി ആയിട്ട് വിത്തിൻ അവേഴ്സ് 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ബിരിയാണികൾ ഒരേ സമയത്ത് ഉണ്ടാക്കുന്നുള്ളത് വളരെ മികച്ചൊരു അനുഭവമാണ് കിട്ടിയത്. അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. കാരണം 1 or 2 hours we can complete the process of making biryani. അത്ര പെട്ടെന്ന് പഠിച്ചെടുക്കൊന്നും കരുതിയിട്ടില്ല. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 8ാമത്തെ ദിവസമാണ്. അത്ര പെട്ടെന്ന് ഇവിടുത്തെ ക്ലാസ്സും ഇതൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു. അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റി. വലിയ പാചകക്കാരെന്ന് പറഞ്ഞു നടക്കുന്ന പലരും സത്യം പറഞ്ഞാൽ ഇവിടെ വരണം. ഇവിടെ വരുമ്പോഴത്തേക്കാണ് അവരുടെ കുറവുകളും എന്താണ് ഒരു പാചകക്കാരന് വേണ്ട ക്വാളിറ്റി എന്നൊക്കെ ഇവിടെ വന്നാൽ മനസ്സിലായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് കുക്കിംഗ് എന്നൊരു കാര്യത്തിൽ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോ സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. പ്രായം അങ്ങനെ തോന്നുന്നില്ല. എത്ര വയസ്സായവരും ഇത് പഠിക്കാം, പഠിപ്പിച്ചത് അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചുരുങ്ങിയ രൂപത്തിൽ തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു മോഡൽ മുതൽ നമുക്ക് ഇതിനെ എത്ര വേണേലും എക്സ്പാൻഷൻ ചെയ്യാവുന്ന. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കോഴ്സ് കഴിഞ്ഞതോടുകൂടി എനിക്ക് സക്സസ് ആവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും ഒരു കോൺഫിഡൻസും എനിക്ക് സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ബുഹാരി സാർ പറയുന്ന രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളോടെ പിന്തുടർന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏജ് ലിമിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഫിഡൻസ് ഉള്ള ഏതൊരു പ്രായക്കാർക്കും ഇത് പഠിക്കാം. ഹോട്ടൽ ഓണേഴ്സ് ഇതേപോണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ലേബേഴ്സിനെ വളരെ ചുരുക്കി ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ ലേബേഴ്സിനെ ചുരുക്കി ലാഭം ഉണ്ടാക്കാൻ കഴിയും. ബിരിയാണി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ വിൽക്കണം എന്നും കൂടി ഇവിടെ പഠിപ്പിക്കുന്നു. ഒരു കട ഇട്ട് കഴിഞ്ഞാൽ അത് വിജയിക്കും. ഇപ്പൊ കിച്ചണിലേക്ക് വന്ന 1 മണിക്കൂർ കൊണ്ട് ബിരിയാണിയും അതിന്റെ കൂടെയുള്ള മറ്റ് 1-2 ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. ഇത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇത് പഠിക്കാൻ കഴിയും. ബുഹാരി ഷെഫ് പിന്നെ അടിപൊളിയാണ്. പുള്ളി കാര്യങ്ങൾ നൈസായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. എനിക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും. എൻ്റെ ജീവൻ തന്നെ മാറി. ആള് ബിരിയാണി പഠിക്കാൻ വന്നു. അയാൾ കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് അയാൾ പഠിക്കുകയാണെങ്കിൽ അയാളുടെ ലൈഫ് സക്സസ് ആണ്. ജീവിതത്തിൽ ഒരിക്കലും അയാൾ പട്ടിണി അടക്കേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ 110% ഗ്യാരണ്ടിയാണ്. അത് നമുക്ക് പിന്നെ അത് ആരോഗ്യമുള്ള സമയം വരെ ചെയ്യാം. ഏത് പ്രായക്കാർക്കും ചെയ്യാം. വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയാണ്. സാധാരണ ഇവിടെ ജസ്റ്റ് പഠിപ്പിക്കണോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു മൈൻഡിൽ പെട്ടെന്ന് ഓർമ്മ വരും. ഇങ്ങനെ സവാളയൊക്കെ ഉള്ളി തക്കാളി കട്ട് ചെയ്ത് ആ രീതിയിലാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വേറെ രീതിയിലാണ്. ബിരിയാണി വെക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കുറേ ഉള്ളി കട്ട് ചെയ്യണം. പിന്നെ ആ ടൈമൊന്നും ഇവിടെ വേണ്ട. നമ്മളൊരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കല്. ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു മണിക്കൂറിനുള്ളിൽ ബിരിയാണി കാണിക്കാം. ഗൾഫിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചണിലൊക്കെ. ചെറിയൊരു ഫ്രീഡവും നമ്മുടെ സ്വന്തം സ്ഥാപനം ചെയ്ത് ഇപ്പൊ എനിക്ക് ഒരാഴ്ചയാണ് നമുക്ക് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഷെഫ് പൂർണ്ണമായും ഷെഫ് എന്ന പദത്തിന്റെ മറുപദമാണ് ബുഹാരി എന്നുള്ളത്. ഇതിന്റെ ഭാഗമാണ് തോന്നുന്നില്ല. ഏത് പ്രായക്കാർക്കും ഇത് വന്ന് പഠിക്കാം. റെഗുലറായിട്ട് ഒരു കസ്റ്റമർ ഏത് സമയത്ത് വന്ന് കഴിച്ചാലും ഒരേ ടേസ്റ്റിൽ ഫുഡ് കൊടുക്കാനും പറ്റും. അത് എനിക്ക് ആ ഒരു രീതിയിൽ അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനും പറ്റും. ഇത്രയും നല്ലൊരു വ്യക്തി നമ്മളെ കാഴ്ചപ്പാടിൽ കണ്ടിട്ടില്ല. എല്ലാ സഹായങ്ങളും എല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞത് നമ്മളെ മാസ്റ്റർ അടിപൊളിയാണ്. എല്ലാ കാര്യങ്ങളും A to Z ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് വെറും ബിസിനസ് മാത്രമല്ല, ജീവിതത്തിൽ അങ്ങേതരമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമുക്ക് രീതി നമുക്ക് നമ്മുടെ വാസനയ്ക്കനുസരിച്ച് നമുക്ക് തട്ടിപ്പിനനുസരിച്ച് ഇടപഴകി എല്ലാ ജോലികളും പഠിക്കാൻ പറ്റും. കൊടുത്ത ഫീസിനുള്ള മൂല്യം ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്ത് അറിഞ്ഞതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് 10 കിലോ ബിരിയാണി റെഡിയാക്കാൻ സാധിക്കും. സാറ് നല്ല ക്ലാസ്സും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. രീതി നല്ല ഫീസിനുള്ള മൂല്യം കിട്ടിയോ? തീർച്ചയായും. കോസ്റ്റ് കുറച്ച് ബിരിയാണി ജനങ്ങളിൽ എത്തിക്കാം. നമുക്ക് ബിസിനസ് ആണെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. നമ്മളിവിടെ അക്കോമഡേഷൻ അടക്കം തരുന്നുണ്ട്, ഫുഡ് അടക്കം തരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് മേലെയാണ് കാര്യങ്ങളോട് പഠിപ്പിക്കുന്നത്.
ചിലവ് കുറച്ച് ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ആ പ്രവൃത്തി ഭയങ്കര ബിസിനസ്സുകാരുമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ചിലവ് കുറവാണ്. ബിസിനസ്സുകാർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. ഇന്ന് വരെ കഴിച്ചിട്ടുള്ളത് അതൊരു ബിരിയാണി അല്ല എന്നുള്ള ഒരു തോന്നലാണ്. കാരണം നമ്മളെ നാട്ടിലും എല്ലായിടത്തും കഴിച്ചിട്ടുള്ള ബിരിയാണി ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമാണ്. കാരണം എല്ലാത്തിനും ഒരു കണക്കുണ്ട്, ഒരളവുണ്ട്. ഇതൊക്കെ 10 days കൊണ്ട് ഇതൊക്കെ സെറ്റ് ആവും. നമ്മൾ ഡെയിലി ചെയ്യുന്ന പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതേപ്പറ്റി തന്നെ ഇത്ര ടേസ്റ്റുള്ള ബിരിയാണി ഇത്ര പെട്ടെന്ന് വെക്കണ ഒരു കാര്യം തന്നെയാണ്. ബുഖാരിയിൽ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും അദ്ദേഹത്തിന്റെ ഈ ഒരു കണ്ടുപിടുത്തം തന്നെയാണ്. അതിനെ എത്ര പ്രശംസിച്ചാലും നമ്മളെ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു. എത്രയും പെട്ടെന്ന് അതിൻ്റെ കമൻ്റ് അടിച്ച ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് വിടുക. ക്ലാസ് കണ്ടു കഴിഞ്ഞെന്നുള്ള ഒരു വോയിസ് മെസ്സേജ് വിടുക. ഇപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഫീ സ്ട്രക്ചർ മറ്റു കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ ലൈവായിട്ടുള്ള ക്ലാസ്സിൽ ഇതിൽ എന്തെങ്കിലും ഓഫറുകളുണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ലൈവായിട്ടാണ് അവിടെ പറയുക. അത് ഡിപ്പെൻസ്, കമ്പനി നമുക്ക് തരുന്ന ഓഫറുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങൾ അതിലൊരു തീരുമാനം എടുക്കാനും കൺഫേം ചെയ്യാനും പറ്റും. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ലിങ്ക് വളരെ അധികം താമസിയാതെ തന്നെ അത് എക്സ്പയർ ആവും. അതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോയിലൊന്ന് കണ്ട് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. കൺഗ്രാറ്റ്സ് എവരിബഡി. നമുക്ക് വീണ്ടും ഓൺലൈൻ മറ്റു ക്ലാസ്സുകളിലും ലൈവ് സെക്ഷനിലൊക്കെ ആയിട്ട് കാണാം.